ലോകത്തിൽ ഒരു പറവയും മരച്ചില്ലയിലിരിക്കുന്നത് മരച്ചില്ലയോടുള്ള വിശ്വാസം കൊണ്ടല്ല, തൻ്റെ ചിറകിനെ കുറിച്ചുള്ള ധൈര്യം കൊണ്ടാണ്. നീതിമാന്റെ ഏറ്റവും വലിയ ധൈര്യം അവന്റെ പ്രത്യാശയാണ്. ഈ ഭൂമി പൊടുപട പൊട്ടി കിറുകിറ കയറി മത്തനെ പോലെ ചാഞ്ചാടി കാവൽമാടം പോലെ ആടി ഈ ഭൂമി നിലംപൊത്തും, ഇത് തകരും. പക്ഷെ പ്രത്യാശയുള്ളവർക്കറിയാം, ആമേൻ, നാം കർത്താവിനെ എതിരേൽക്കാൻ ഇവിടെ നിന്ന് എടുക്കപ്പെടാൻ പോകുകയാണ്. ആ നല്ല ദിവസങ്ങളെ ഓർത്ത് ശക്തിയോടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ 95-ലാണ് ദൈവവചനം പഠിച്ചത്. ഇതൊക്കെ ഞാൻ എല്ലായിടത്തും പറയുന്ന കാര്യങ്ങളാണ്. ഇതിനു മുമ്പ് കേട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ചെവി ഉപത്തിക്കണം, അത് കഴിഞ്ഞ് ചെവി തുറന്നാൽ മതി. ആമേ, ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന PM ഫിലിപ്പ് സാറ്, ആമേ, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കഴിഞ്ഞ എൻ്റെ 30 വർഷത്തെ ശുശ്രൂഷയിൽ ഞാൻ തുരുമ്പടിക്കാതെ എൻ്റെ നെഞ്ചിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഒരു യോഗം നടത്തിയിട്ട് യേശുവിൻ്റെ ക്രൂശിൽ ആണിയടിക്കുന്ന ശബ്ദം ആ യോഗത്തിൽ കേൾക്കുന്നില്ല എങ്കിൽ ആ യോഗം സുവിശേഷ യോഗമല്ല, അത് ശബ്ദമലിനീകരണ യോഗമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് കിട്ടിയ വെളിപ്പാടിൽ നിന്നുകൊണ്ട് യേശുവിൻ്റെ ക്രൂശിനെ ഉയർത്താൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. എൻ്റെ ഈ ചെറിയ കാലഘട്ടത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ ആവേശമുള്ള ഒത്തിരി സംഭവങ്ങൾ ഈ ബൈബിളിൻ്റെ അകത്തുണ്ട്. കവണയ്ക്കകത്ത് കല്ല് വെച്ച് കല്ല് കറക്കി കട്ടിയുള്ള ഗോലിയാത്തിന്റെ നെറ്റിത്തട എറിഞ്ഞു പൊട്ടിച്ച ദാവീദിന്റെ യുദ്ധവും, കുടത്തിനകത്ത് പന്ത് മറക്കി കുട ഉടച്ച് പന്തും തെളിച്ച് കാഹള ഊതി യുദ്ധം ജയിച്ച ഗിദയോനും, വഴുതിപ്പോകുന്ന കഴുതയുടെ താടിയെല്ലുകൊണ്ട് ശത്രുസംഹാരം നടത്തിയ ശിംശോനും, സിംഹത്തിന്റെ കുഴിയിൽ കിടന്നിട്ട് സിംഹത്തിന്റെ പല്ല് മുട്ടാതെ ജീവനോടെ കയറി വന്ന ദാനിയേലിന്റെ ചരിത്രവും, ആമ ഈജിപ്തിലെ 7 കുതിരയ്ക്ക് മുൻപിൽ ഓടിക്കേറിയ ഏലിയാവിന്റെ ചരിത്രവും, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശവപ്പെട്ടിയിൽ മരിച്ചു കിടക്കുന്നവൻ പോലും ആ ദൂത് കേട്ടാൽ എഴുന്നേറ്റൊരു സ്തോത്രം പറഞ്ഞിട്ടേ കിടക്കത്തുള്ളൂ. പക്ഷേ എനിക്ക് അട്ടച്ചാക്കൽ ഉയർത്താനുള്ളത് സിംഹത്തിന്റെ കുഴിയിൽ നിന്ന് കയറി വന്ന ദാനിയേലിനെ അല്ല, എനിക്ക് ഉയർത്താനുള്ളത് യേശുവിനെയാണ്. പാപത്തെയും പാതാളത്തെയും വിറപ്പിക്കാൻ, തകർന്ന കുടുംബങ്ങളെ പണിയാൻ, ശാപത്തെ അടിവേരോടെ പറിച്ചു കളയാൻ ആകാശത്തിന്റെ കീഴിൽ അനുവദിക്കപ്പെട്ട ഒരൊറ്റ നാമമുണ്ടെങ്കിൽ അത് യേശുവിന്റെ നാമമാണ്. ആ കരമൊന്ന് അടിച്ച് കർത്താവിനൊരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. 12 കോടിയിലധികം രക്തസാക്ഷികൾ ദൈവസഭയ്ക്കുണ്ട്. വിശുദ്ധന്മാരുടെ ശരീരം മെഴുകിനകത്ത് മുക്കിയിട്ട് കൊളോസ്യങ്ങളിൽ കൊണ്ട് വിശുദ്ധന്മാരുടെ ശരീരം കത്തിച്ചു വെച്ചിട്ട് ദൈവമക്കളുടെ നെയ്ക്കണ്ട ഉരുകുന്ന വെട്ടത്തിൽ പന്തുകളി കണ്ട നരാധമന്മാർ ഈ ലോകത്തിന്റെ ചരിത്രത്തിലുണ്ട്. അതുപോലെ ദൈവമക്കളെ ഗ്രൗണ്ടിൽ നിരത്തിക്കിടത്തി അവരുടെ മേളിലൂടെ രഥം ഓടിച്ച് അവരുടെ മരണം കണ്ട് കൈയടിച്ച് ചിരിച്ചവരുണ്ട്. മൃഗത്തിന്റെ തോലിനകത്ത് പൊതിഞ്ഞ് വെയിലത്ത് കൊണ്ടിട്ടിട്ട് പപ്പടം പൊടിയുന്നത് പോലെ വിശുദ്ധന്മാരുടെ ശരീരം പൊടിഞ്ഞ് അവർ പ്രാണനെ വിടുന്നത് കണ്ട് കൈയടിച്ച് നരാധമന്മാർ ഈ ലോകത്തിലുണ്ടായിട്ടുണ്ട്. വാളുകൊണ്ട് ഗളമറുത്തിട്ട് വിശുദ്ധന്മാരുടെ ചോരയുടെ ഉളുമ്പിന്റെ ഗന്ധം പിടിച്ച് കൈയടിച്ച് അധമന്മാർ ഈ മണ്ണിൽ ഉണ്ടായിട്ടുണ്ട്. ആമെ, കാളക്കൂറ്റന്മാർക്ക് വിശുദ്ധന്മാരുടെ ശരീരം ഇട്ടുകൊടുത്തിട്ടുണ്ട്. തീർന്നില്ലെന്ന് ത്രിവർണ്ണ പതാക ഉയർന്നു പൊങ്ങിപ്പറക്കുന്ന നാനാത്വത്തിൽ ഏകത്വമുള്ള ഇന്ത്യ മഹാരാജ്യത്തിൽ അട്ടച്ചാക്കൽ ഈ കസേരയിലിരുന്ന് സ്വാതന്ത്ര്യത്തോടെ നിങ്ങൾ ആരാധിക്കുമ്പോൾ എത്രയോ അഭിഷിക്തന്മാർ ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ചുട്ട ഇഷ്ടിക കൊണ്ട് നട്ടലിടിച്ചു പൊട്ടിച്ചു, നീണ്ട വടി കൊണ്ട് കാലിന്റെ പുല്ലൂരി തല്ലി ഓടിച്ചു, കരയാൻ പോലും കരുത്തില്ലാതെ എത്രയോ രക്തസാക്ഷികൾ ഇന്ത്യയുടെ മണ്ണിൽ ഉറങ്ങുമ്പോഴും എന്തുകൊണ്ടാ സുവിശേഷ യോഗം നടത്തുന്നത്? ഒരൊറ്റ കാരണം, മറ്റൊരുവനിലും രക്ഷയില്ല. ആ കരമൊന്ന് ഉയർത്തിക്കൊണ്ട് ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ കഴുത്ത് വെട്ടിയാലും
തല പന്ത് പോലെ നിലത്തൂടെ കിടന്ന് ഉരുണ്ട് കളിച്ചാലും, എത്ര ചോര ചീറ്റേണ്ടി വന്നാലും, കാഹളം ധ്വനിക്കുന്നത് വരെ, ഒരു വാക്ക് ഞാൻ കേട്ടിപ്പറയാം, ഇവിടുത്തെ നിയമസഭ എതിരായാലും പാർലമെന്റുകൾ വിരോധമായാലും മേലൊഴുക്കുകൾ അനുകൂലമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അടിയൊഴുക്കിലൂടെ ക്രിസ്ത്യാനിത്വത്തെ അടിവേര് വെട്ടാൻ പാതാള ശക്തികൾ എത്ര അലമുറയിട്ടാലും ഞാൻ ഉറപ്പിച്ചു പറയാം, യേശുവിന്റെ കാഹളം ധ്വനിക്കുന്നത് വരെ ഈ രാജ്യത്ത് സഭ ഉണ്ടായിരിക്കുമെന്ന് ആർത്തിയോടെ ഹല്ലേലൂയ പറിച്ചു കളയാൻ നോക്കിയവന്റെ അടിവേര് പറിച്ച ചരിത്രമാണ് ഈ പുസ്തകത്തിനുള്ളത്. കാരണം മരണം കൊണ്ട് എഴുതി അവസാനിപ്പിക്കാൻ കഴിയാത്ത ഒരു നേതാവ് ഉലകത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. എത്ര പേര് സന്തോഷത്തോടെ ഹല്ലേലൂയ പറയുന്നുണ്ട്? യേശുവാര് എന്തിന് ജനിച്ചു, എവിടെ, എങ്ങനെ വളർന്നു, എത്ര നാൾ ശുശ്രൂഷിച്ചു, എന്താണ് ശുശ്രൂഷിച്ചത്, മരിച്ചോ, അടക്കം ചെയ്യപ്പെട്ടോ, ഉയർത്തെഴുന്നേറ്റോ, ഇപ്പോഴെവിടെയാണ്, ഇനി വരുമോ? ഇതുപോലുള്ള ഒരു കെട്ട് ചോദ്യങ്ങളുടെ മറുപടി. പന്തലിലിരിക്കുന്നവർ കൈയടിക്കുന്നത് എനിക്ക് സന്തോഷമാണ്, ആരാധിക്കുന്നതും അന്യഭാഷ പറയുന്നതും എനിക്ക് സന്തോഷമാണ്. പിണറായി സാറിനും ഡൽഹിയിലെ മോദി സാറിനും അറിയാം ഈ രാജ്യത്തൊരു കൂട്ടരുണ്ട്, അവർ അന്യഭാഷ പറയുന്നവരാണെന്ന്. പിന്നെ അതൊക്കെ ജനകീയമായി എല്ലാവർക്കും അറിയാം. ഇപ്പൊ ടി വിക്കകത്ത് തമാശക്കാർ വരെ അന്യഭാഷ ഉപയോഗിക്കുന്നത് അവർക്കറിയാം. നമ്മൾ കൂടിയാൽ അന്യഭാഷ. അപ്പൊ നാട്ടുകാരന്റെ അറിവ് നിങ്ങൾ തെറ്റിക്കരുത്. കുറെ കൊതുകെല്ലാം കൂടെ വൈകുന്നേരം ചോര കുടിക്കാൻ വേണ്ടി ഒരുമിച്ച് വീട്ടിൽ നിന്ന് പോകാൻ ഒരുങ്ങിയപ്പോ അപ്പം കൊതുക് മക്കള് കൊതുകിനോട് ചോദിച്ചു, എവിടെയാ ഇന്ന് പോകുന്നു ചോദിച്ചു. പറഞ്ഞു, ഇവിടെ ഒരു പെന്തിക്കോസുകാരുടെ പ്രാർത്ഥന നടപ്പുണ്ട്, അവിടെ പോയിട്ട് ചോര കുടിക്കാൻ പോവാന്ന്. അന്നേരം അപ്പം പറഞ്ഞു, പെന്തിക്കോസുകാരുടെ യോഗമാണെ പോകണ്ട, അവന്മാര് കുലുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, കുത്താൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു. അന്നേരം മക്കള് കൊതുക് അപ്പം കൊതുകിനോട് പറഞ്ഞു, അതൊക്കെ പണ്ടത്തെ പെന്തിക്കോസാണ്, ഇന്നത്തെ അവന്മാർ ഇരുന്ന് തരുമെന്ന് പറഞ്ഞു കുത്താൻ. ഞാൻ ഈ പറഞ്ഞത് ബോധമുള്ളവർക്ക് മനസ്സിലായി കാണുമല്ലേ? ഹല്ലേലൂയ. ഇത്രയും നേരമായിട്ട് മനസ്സറിഞ്ഞ് ഒരു പ്രാവശ്യം പോലും കൈയടിക്കാത്തവര്. ഞാൻ സാധാരണ എപ്പോഴും പറയും, പാസ്റ്ററെ, ഒരു ആത്മീകന് ആരാധിക്കാൻ അഭിഷേകം മതി, പക്ഷേ കൺവെൻഷന് വന്നിച്ച് ഒരാൾക്ക് ഉറങ്ങാതിരിക്കാനും ആരാധിക്കാനും അഭിഷേകം പോലും വേണ്ട. ഇരിക്കുന്ന കസേരയ്ക്ക് വാടകയുണ്ടെന്ന് മാത്രം ഓർത്താൽ മതി, നമുക്ക് സന്തോഷത്തോടെ ദൈവസന്നിധി. ഞാൻ എബ്രായ ലേഖനത്തിലെ ഒരു ഭാഗമാണ് വായിച്ചത്, അങ്ങോട്ടുള്ള കുതിപ്പിലാണ്. പക്ഷേ എൻ്റെ പ്രമേയവും എൻ്റെ പ്രബന്ധവും എൻ്റെ ശ്വാസവും എൻ്റെ ഉച്ഛ്വാസവും യേശുവും യേശുവിൻ്റെ ക്രൂശുമായിരിക്കും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? യേശുവാണ്. എവിടെ ജനിച്ചു? മറിയയുടെ ഉദരം കടമെടുത്ത് ഉലകത്തിൽ പിറന്ന് കാലിത്തൊഴുത്തിൽ കിടന്നു കളിച്ച് ദാരിദ്ര്യത്തിന്റെ പൊടി പറക്കുന്ന നസറേത്തിൽ ഓടിക്കളിച്ച് 12ാമത്തെ വയസ്സിൽ 5 കുന്നിന്റെ മുകളിൽ ആകാശത്തെ ഉമ്മ വെച്ച് നിൽക്കുന്ന അബ്രഹാമ്യ സന്തതികളുടെ സ്വകാര്യ അഹങ്കാരമായ യെരുശലേം ദേവാലയത്തിൽ വളർത്തപ്പനാകുന്ന യോസഫിന്റെയോ അല്ലെങ്കിൽ മറിയയുടെയോ വിരലിൽ തൂങ്ങി ആലയത്തിലേക്ക് പോയ യേശുവിന്റെ ബാല്യം. ന്യായപ്രമാണത്തിന്റെ 39 പുസ്തകങ്ങൾ അരച്ചു കലക്കി ചാറകത്ത് കയറ്റിയ പൗരോഹിത്യ വൃന്ദങ്ങളോട് യേശു ന്യായപ്രമാണം പറയുമ്പോൾ യേശുവിന്റെ വയസ്സ് 12. അന്ന് അവർക്ക് മനസ്സിലായി, ഇവനെ ആരും ന്യായപ്രമാണം പഠിപ്പിച്ചതല്ല, ഇവന്റെ അകത്ത് ന്യായപ്രമാണം ഉണ്ടെന്നവർക്ക് മനസ്സിലായി. ആരാധനക്കുന്നിന്റെ ഉത്തുംഗത്തിൽ നിന്ന് മലയടിവാരത്തിലേക്ക് ഇറങ്ങി വന്ന യേശു അടുത്ത 18 വർഷങ്ങൾ, ലോങ് ടൈം, 18 ഇയേഴ്സ്, ആ കാലഘട്ടത്തെ കുറിച്ച് വേദശാസ്ത്രിമാർ പറയുന്നത് ഇത് യേശുവിന്റെ അൺനോൺ പീരീഡ് ആണ്, അറിവ് കൊടുക്കാത്ത കാലഘട്ടം. യേശു എവിടെയായിരുന്നു ആ സമയത്ത് എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. ചരിത്രബോധമില്ലാത്ത കോമാളികൾ പറയുന്നുണ്ട് യേശു ഗുജറാത്തിൽ വന്നിട്ടുണ്ടായിരുന്നെന്ന്. ആമെ അർഹിക്കുന്ന അവജ്ഞ കൊടുത്ത വാദത്തെ ഞങ്ങൾ പുറങ്കാലിന് തട്ടിമാറ്റുകയാ. യേശു ജഡത്തിൽ ഗുജറാത്തിൽ വന്നിട്ടില്ല, ആത്മാവിൽ യേശു ഇന്ന് രാത്രി ഗുജറാത്തിലുണ്ട്. പിന്നെ യേശു എവിടെ ആയിരുന്നു? അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. എൻ്റെ വിഷയം യേശു ആയതുകൊണ്ട് പാസ്റ്റർ ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അല്ല ഇത് പറയുന്നത്.
ഏതെങ്കിലും പോസ്റ്റേ ചാരി, ഏതെങ്കിലും റബ്ബർ തോട്ടത്തിൽ, ഏതെങ്കിലും സിറ്റ് ഔട്ടിൽ, ഏതെങ്കിലും ടെറസിൽ ഇന്ന് രാത്രി വിഷം കുടിക്കണമെന്നോ നാളെ രാവിലെ കെട്ടിത്തൂങ്ങണമെന്നോ സ്വന്തം മക്കളെ ഓർത്ത് നെരിപ്പോട് പോലെ നീറിയിരിക്കുന്നവനുണ്ടെങ്കിൽ ഞാൻ വന്നത് അവർക്ക് വേണ്ടിയാണ്, യേശു അവർക്കുള്ളതാണ്. സന്തോഷത്തോടെ രാമേൻ പറഞ്ഞാട്ടെ. പിന്നെ നിങ്ങൾ എന്തിനാ വന്നെന്നോ? നമ്മൾ ഒരുമിച്ച് അവന്റെ നാമത്തെ ഉയർത്താൻ. ഹല്ലേലൂയ. യേശു കർത്താവ് യെരൂശലേമിൽ ഉണ്ടായിരുന്നു. തെളിവ് 2 വാക്യങ്ങളാണ്. ഒന്ന്, അവൻ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ചെന്നും. 2, ഇവൻ തച്ചന്റെ കൊച്ചനല്ലയോ എന്ന ചോദ്യം. ആരോ കട്ടളയോ കഥകോ കസേരയോ ബെഞ്ചോ ഡെസ്കോ എന്തോ വാങ്ങിക്കാൻ യോസഫിന്റെ തടിപ്പണിപ്പുരയിൽ ചെന്നപ്പോൾ വളഞ്ഞതിനോ തിരിഞ്ഞതിനോ ചിന്തേരി പിടിച്ച് യേശു അവിടെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവൻ തച്ചന്റെ കൊച്ചനല്ലയോ. പണ്ടൊരു പാസ്റ്റർ പറഞ്ഞു, ദൂത് ഞാൻ കടമെടുത്ത് പറയാം, അതെ, ആ നല്ല തച്ചൻ ഇവിടെ വന്നിട്ടുണ്ട്. ആർക്കും പണിയാൻ കഴിയാത്ത പിരിഞ്ഞ തടികളെ പണിയാൻ, ആർക്കും നന്നാക്കാൻ കഴിയാത്ത കുടുംബങ്ങളെ നന്നാക്കാൻ കഴിവുള്ള ഒരു നല്ല തച്ചൻ അവൻ ഇന്ന് രാത്രി പന്തലിൽ ഇറങ്ങിയിട്ടുണ്ട്. അവന്റെ സാന്നിധ്യത്തിനായി നന്ദി. വയസ്സ് 30. യേശു നടന്നത് കിലോമീറ്ററുകളാണ്. എങ്ങോട്ടാ യേശു നടന്നത്? 2000 അടി പൊക്കമുള്ള ലെബനൻ പർവ്വതത്തിന്റെ ഉച്ചിപ്പഴുത്ത് കാട്ടാറ് പോലെ കലിതുള്ളി വരുന്നൊരു തോടുണ്ട്. 44 കൈത്തോടുകളുടെ അകമ്പടിയുള്ള യഹൂദന്റെ അഹങ്കാരമായ ഒരു തോട്. ഈ നാട്ടുകാരോടോ തണ്ണിത്തോടുകാരോടോ ഒക്കെ പറഞ്ഞാൽ ഒരു ഒറ്റയാന കാടിറങ്ങുന്നത് പോലെയാ യോർദാൻ ഇറങ്ങി വരുന്നത്. ആ യോർദാന്റെ തീരത്തേക്കാണ് യേശു നടക്കുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? യേശു നടന്നു ചെല്ലുമ്പോൾ യോർദാന്റെ തീരത്ത് ഒരു അധികായനായ മനുഷ്യൻ നിൽക്കുകയാ. കട്ടിപ്പുരികമുള്ള, കടുത്ത നെറ്റിത്തടമുള്ള, ക്രാരവ ശബ്ദമുള്ള, കടുത്ത ഭാഷയുള്ള ഒരു മനുഷ്യൻ. ആരാണെന്നറിയാമോ? സെഖര്യാവെന്ന് പറയുന്ന ഒരു പുരോഹിതന് വയസ്സാം കാലത്ത് ദൈവം വാഗ്ദത്തം കൊടുത്തൊരു പൊന്നു സന്താനം. പേര് സ്നാപക യോഹന്നാൻ. അപ്പൻ പൗരോഹിത്യ വസ്ത്രം തയ്പ്പിച്ച് വീട്ടിലിട്ടിരിക്കുമ്പോൾ മകൻ ഇട്ടത് ഒട്ടകരോമത്തിന്റെ ഉടുപ്പാണ്. അട്ടച്ചാക്കല് നോക്കി ഞാനൊരു പ്രവചനം പറയാം. പാരമ്പര്യത്തിന്റെ ഉടുപ്പുകൾ വീട്ടിൽ കിടക്കുമ്പോൾ ചിന്തിക്കാത്ത ചിലര് ഒട്ടകരോമത്തിന്റെ ഉടുപ്പിട്ട് അവർ തെരുവോരങ്ങളിൽ ദൈവശബ്ദമാകുന്നത് കുമ്പഴ കാണാൻ പറയാണ്. പത്തനംതിട്ട കാണാൻ പറയുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എഴുതി വെച്ചോ. ആത്മാവിന്റെ ആഴത്തിൽ നിന്ന് ഞാൻ പറയാ, അപ്രതീക്ഷിതമായ ചില സ്നാനങ്ങൾ ഈ ദേശം കാണാൻ പറയാണ്. പുരോഹിതന്മാരിൽ വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരാകും. ഹല്ലേലൂയ. യോഹന്നാന്റെ പ്രസംഗങ്ങൾ 4. ഞാൻ അതിവേഗം മുൻപോട്ട് പോകാം. 1, സർപ്പസന്തതിയെ വരുവാനുള്ള കോപത്തിൽ നിന്ന് നിങ്ങൾ ഒഴിഞ്ഞു പോകുക. 2, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. 3, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പ്രസംഗം 4, ഞാൻ നിങ്ങളെ വെള്ളത്തിലിറക്കും, അവൻ നിങ്ങളെ തീയിലിറക്കാൻ പോകുകയാണ്. യേശു നടന്നു ചെല്ലുന്നത് കണ്ടു. യോഹന്നാൻ പേടിച്ചു, വിറച്ചു, അറച്ചു, അസ്ഥിരനായി, കാല് പുറകോട്ട് വെച്ചു. ആരായും നടന്നു വരുന്നത് മറിയ പ്രസവിച്ച മാംസകഷണമല്ല, നടന്നു വരുന്നത് ത്രിലോകങ്ങളുടെ ഉടമസ്ഥനാണ്. ആരായും നടന്നു വരുന്നത് ഉച്ചാരണ ശബ്ദം കൊണ്ട് ഉലകത്തെ ഉളവാക്കിയവൻ. ആരായും നടന്നു വരുന്നത് നക്ഷത്രത്തിന് പേരിട്ട് കൂട്ടിത്തട്ടാതെ പുറപ്പെടുവിക്കുന്നവൻ. ആരായും നടന്നു വരുന്നത് അത്ഭുതത്തിന്റെ മന്ത്രി. പേടിച്ചുപോയി. യോഹന്നാനോട് ഇപ്പോൾ സമ്മതിക്കുക, ഇത് പിതാവിന്റെ നീതിയാണെന്ന് പറഞ്ഞ് യേശു കർത്താവ് സൃഷ്ടിയാകുന്ന യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു. യേശു സ്നാനപ്പെട്ടത് പാപിയായത് കൊണ്ടല്ല, സ്നാനത്തിന്റെ പേരിൽ നമ്മൾ വൃത്തികേട് കാണിക്കാതിരിക്കാനാണ് യേശു സ്നാനപ്പെട്ടത്. മനസ്സിലായില്ല?
ബൈബിളിൽ തന്നെ ഉണ്ടല്ലോ മാതൃക. 3 വാക്കുകൾ. ബാപ്റ്റിസം എന്ന് പറയുന്ന, ബാപ്റ്റോ എന്ന് പറയുന്ന, ബപ്തീസ്മ എന്ന് പറയുന്ന 3 വാക്കുകൾക്ക് 300 അർത്ഥമില്ല. ഒറ്റ അർത്ഥമേ ഉള്ളൂ, നിമജ്ഞനം. ഒരാൾ എന്നോട് ചോദിച്ചു, ഏത് വയസ്സിലാണ് സ്നാനപ്പെടേണ്ടത്, 6 60? ഞാൻ പറഞ്ഞ 6 60 മാനസാന്തരപ്പെട്ടവനാണ് സ്നാനപ്പെടേണ്ടത്. ആമേൻ. നിങ്ങളുടെ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചൊരു ഹല്ലേലൂയ പറയാമോ? തമ്പാറ് തല്ലിപ്പൊട്ടിക്കുന്ന പെന്തിക്കോസുകാരന്റെ മകനെ 13-ാമത്തെ വയസ്സിൽ തള്ളി വെള്ളത്തിലിടുന്നതല്ല സ്നാനമെന്ന് പറയുന്നത്. സഭയിലെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു അച്ചായന്റെ കൊച്ചിന് ഏതോ ഒരു സുപ്രഭാതത്തിൽ ലിനന്റെ വെള്ള ഷർട്ട് ഇടിച്ചാൽ അവനെ കുളത്തിൽ ഇറക്കരുത്. അതല്ല സ്നാനമെന്ന് പറയുന്നത്. സ്നാനപ്പെടാനുള്ള അവകാശം മാനസാന്തരപ്പെട്ടവന്. നിങ്ങളൊരു ആമേൻ. സത്യത്തിൽ ഈ സ്നാനമെന്ന് പറയുന്നത് വെള്ളത്തിലിറക്കി മുക്കായതുകൊണ്ട്, സ്നാനപ്പെടുന്നതിന് മുമ്പ് 1 മണിക്കൂർ ബൈബിൾ ക്ലാസ് എടുക്കേണ്ടതുകൊണ്ടും നമ്മുടെ പാസ്റ്റർമാർ അവരെ പിടിച്ചിരുത്തി ചൊല്ലിയത് നല്ല മനസാക്ഷിയാണ്. ഇത് യേശുവിനോട് പാസ്റ്റർ ചിരി വരുന്നുണ്ട്. ചിരിച്ചോ പാസ്റ്റർ, എന്തിനാ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം പറയുമ്പോൾ അങ്ങനെ അറിയാതെ ചിരി വരും. യേശുവിനെ ധരിക്കാനാണ് സ്നാനം. ലതാണ് സ്നാനം, ലിതാണ്. നിങ്ങൾ ആ സ്നാനപ്പെട്ടവനോട് ചോദിച്ചേ, എടാ കൊച്ചേ, രക്ഷ എന്താ? വാട്ട് ഈസ് സാൽവേഷൻ? രക്ഷ എന്താ? അവൻ അന്നേരം മേളിൽ കൂടെ പോകുന്ന പ്രാവിന്റെ എണ്ണം എടുക്കും. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നു കേരളത്തെ വിറപ്പിച്ച 3 പിതാക്കന്മാരാരും നമ്മളെ പോലെ ഈ ജനത്തിന്റെ കൈയടിക്ക് വേണ്ടി പ്രസംഗിച്ചവരല്ല. അവരെല്ലാം മൂർച്ചയുള്ള ഉപദേശങ്ങൾ പറഞ്ഞവരാണ്. ഹല്ലേലൂയ. ഞാൻ സാധാരണ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്ന വിയ തോമാച്ചന്റെ ഒക്കെ കാര്യമാണ്. കണ്ണുക്കാരൻ വിയ തോമാച്ചൻ പ്രസംഗിക്കാൻ വന്ന് കയറി നിൽക്കുമ്പോഴേ അദ്ദേഹം പറഞ്ഞ, ഇന്നത്തെ എന്റെ പ്രഭാഷണം വീണ്ടും ജനനമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ, 3-ാമത്തെ കൊച്ചിന്റെ കല്യാണം നടക്കുമെന്ന് അറിയാൻ വേണ്ടി ഈ പൊടിയിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വരുന്നവന് ദേഷ്യം വരികയല്ലേ? മിണ്ടുന്നില്ലല്ലോ. ടെക്സാസിലെ മാതാമ്മയെ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് കയറിയത്. അന്നേരം ആ മനുഷ്യൻ പറയേ, ഇന്നത്തെ എന്റെ പ്രബന്ധം പറഞ്ഞില്ലല്ലോ, വീണ്ടും ബോൺ എഗെയിൻ. ഞാൻ അതിലേക്കൊക്കെ വരാം. പ്രസംഗത്തിന് വേദി കിട്ടിയാലും ഇല്ലെങ്കിലും എന്നെ കൊണ്ട് ഇതൊക്കെ പറയാനേ പറ്റുള്ളൂ. അല്ലാതെ വേണേ എനിക്ക് അല്ലാണ്ട് ആ ഭാഗം കത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അന്നേരം അവിടെ ഇരിക്കുന്ന ഒരു 7 പേര് വിചാരിക്കും ഇങ്ങോട്ടാണല്ലോ കൈ ചൂണ്ടി, എന്നാ പിന്നെ കത്തിച്ചേക്കാന്നോർത്ത്. അങ്ങ് പെന്തിക്കോസിനെ തുരുണ്ടുകൂടുന്ന ആർട്ടിഫിഷ്യൽ അഗ്നിക്കകത്തല്ല, ഒറിജിനൽ ദൈവ സാന്നിധ്യം ഇറങ്ങട്ടെ. ഒന്നുകൂടെ ഞാൻ പറയാം, എഡിറ്റ് ചെയ്യുന്ന അത്ഭുതങ്ങളല്ല ദൈവത്തിന് വേണ്ടത്. പച്ചയ്ക്ക് വെളിപ്പെടുന്ന അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കൈ ഒന്ന് ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പോട്ടെ. യേശു കർത്താവ്, എനിക്ക് ചിന്തയുണ്ട് പാസ്റ്ററെ. ഞാനൊക്കെ സ്നാനപ്പെട്ടു, നിങ്ങളൊക്കെ എത്രയോ ശക്തന്മാരും അധികാരന്മാരും. എൻ്റെ ഓർമ്മയിൽ ഞാൻ 2-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പെന്തിക്കോസിനകത്ത് ചെല്ലുന്നത്. അപ്പോൾ അന്നത്തെ സ്നാനം ചർച്ചിൽ നിന്ന് ഒരു തമ്പാറും കൊണ്ട് ഇങ്ങനെ റോട്ടിൽ കൂടെ നടന്ന് പാനം ചെയ്യുവാൻ, കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ, മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ മഹത്വമായി ജീവിച്ചിടാൻ മഹിമയിൻ ആവിയാലെ പാടും ഞാൻ പരമേശ്വരന് സതതം. എന്റെ പാപമെല്ലാം എന്ത് രസമായിരുന്നല്ലേ ആ തമ്പാറും തല്ലിക്കൊണ്ട്. എന്നിട്ട് അവസാനം സ്നാനപ്പെട്ട് കഴിയുമ്പോൾ പാസ് അവിടെ നിന്നുകൊണ്ടൊരു ജയ് വിളിയുണ്ട്, യേശു ക്രിസ്തു പാപികളെ. അന്നേരം ദൈവമക്കളെല്ലാം കൂടി അലറിക്കൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ദൈവമക്കളൊക്കെ ഇപ്പോൾ റോഡ് ഉപരോധിക്കാൻ വേണ്ടി നടക്കുന്നത്. സ്തോത്രം. എന്നെ പ്രാന്ത. പോട്ടെ, നമുക്ക് ഈ ദൂതിന്റെ ഗൗരവത്തിലേക്ക് വരാം. യേശു കർത്താവ് സ്നാനപ്പെട്ടു. എടോ, എനിക്ക് ഇടയ്ക്കൊന്ന് കൈവച്ച് തരാൻ കേട്ടോ, ഞാൻ ഭയങ്കരമായിട്ട് പാടും. താങ്ങാൻ പറ്റില്ലാത്ത രീതി ഞാൻ പാടില്ല. ഹല്ലേലൂയ. ഞാൻ ചുമ്മാ പറഞ്ഞാട്ടെ, ഞാൻ അദ്ദേഹത്തെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി പറഞ്ഞ. ഹല്ലേലൂയ. എനിക്ക് തഞ്ചാവൂർ അങ്ങൾ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് പാടണോ. ഞാനിന്ന് വീട്ടിൽ നിന്ന് പോകുന്നപ്പോഴേ മനസ്സുകൊണ്ട് ഓർത്തായിരുന്നു,
ഇന്ന് ദേവാലയത്തിലെ തിരശ്ശീല കീറുമെന്ന് ഓർത്താണ് ഞാൻ പോകുന്നത്. കറക്റ്റ് സൂക്ഷം പോലെ. ഹല്ലേലൂയ. എനിക്കൊന്ന് അദ്ദേഹത്തിന്റെ മുഖമാണെന്ന് തോന്നുന്നു, ആ പാട്ടും തോന്നുന്നു. ഹല്ലേലൂയ. പോട്ടെ. യേശു കർത്താവ് സ്നാനപ്പെട്ടു. ആകാശത്തിന്റെ ദിഗന്ധങ്ങളെ ഭേദിച്ചുകൊണ്ടൊരു പിതൃശബ്ദം കേട്ടു, ഇവൻ എൻ്റെ പ്രിയ പുത്രനാണെന്ന്. കഴിഞ്ഞ 30 വർഷം മിണ്ടാതിരുന്നേച്ചാണ് പിതാവ് വാ തുറന്നത്, ഇതെന്റെ മോനാന്ന് പറയാൻ. എനിക്കറിയില്ല, ഇന്ന് രാത്രി 12 നോക്കി ഞാനൊരു പ്രവചനം പറയാം. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് മിണ്ടാതിരുന്ന ദൈവം 2025 നിനക്ക് വേണ്ടി വാ തുറക്കാൻ പോകയാ. നീ അനുഭവിച്ച അപമാനങ്ങൾ കറുതി വരുത്താൻ, നീ അനുഭവിച്ച വേദനകൾ കറുതി വരുത്താൻ 2025 ഫെബ്രുവരി മാസത്തിന്റെ തിരശ്ശീല കീറുന്നതിന് മുൻപ് പിതൃശബ്ദം കേട്ട അനന്തരം യേശു കർത്താവ് 40 ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. 40 ദിവസം ഉപവസിച്ചു. ഉപവാസം കഴിഞ്ഞനന്തരം ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി. യേശുവിന് വിശന്നു. ഇനി മുതൽ ഞാൻ ആ ദൂതന്റെ ഗിയർ ഒന്ന് മാറുക, എന്നോട് കൂടെ നിൽക്കണം. ആമേ. സാത്താൻ യേശുവിന്റെ അടുക്കൽ വന്നു. ആമേ. സാത്താൻ യേശുവിനോടുള്ള ഒന്നാമത്തെ പരീക്ഷ, നിനക്ക് ജീവിച്ചിരിക്കണ്ടേ, നിനക്ക് വിശക്കുന്നില്ലേ? 2 വാക്കുകളാണ്. എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? ഒന്ന്, നിനക്ക് വിശക്കുന്നില്ലേ? 2, നിനക്ക് ജീവിച്ചിരിക്കണ്ടേ? ഞാൻ എല്ലായിടത്തും പറയും, ഈ 2 ചോദ്യം ചില ഭർത്താക്കന്മാര് ഭാര്യമാരോട് ചോദിച്ചിരുന്നെങ്കിൽ ആ സഹോദരി ഒളിച്ചോടി പോവുകയില്ലായിരുന്നു. ഈ ചോദ്യം ചില ഭാര്യമാര് ഭർത്താവിനോട് ചോദിച്ചിരുന്നെങ്കിൽ അയാൾ ഡിവോഴ്സ് ചെയ്യത്തില്ലായിരുന്നു. സാത്താൻ ചോദിച്ച എത്ര കരുതലിന്റെ ചോദ്യമാ. കല്ലിനോട് അപ്പമാകാൻ പറ. നിനക്ക് വിശക്കുന്നില്ലേ? നിനക്ക് ജീവിക്കണ്ടേ? ആമ. യേശു സാത്താനോട് പറഞ്ഞ മറുപടി എന്നാന്നറിയാമോ? എടാ ഉണക്ക സാത്താനെ, ഇത് കല്ലിനെ അപ്പമാക്കി വയറ് നിറയ്ക്കാൻ ഇറങ്ങിയ തലമുറയല്ല, ഇത് വചനം കേട്ട് നിത്യത പോകാൻ ഇറങ്ങിയ തലമുറയാ. ആ കൈയൊന്ന് ഉയർത്തിക്കൊണ്ടൊരു ഹല്ലേലൂയ. പുതിയ നിയമസഭ വയറ് നിറയ്ക്കാൻ ഇറങ്ങിയതല്ല, ഞങ്ങളുടെ സ്വപ്നം നിത്യത. കാലോചിതമായി പ്രഭാഷണ പരമ്പരകളിലൂടെ നമ്മുടെ സ്വപ്നങ്ങളെ പിശാച് തിരിച്ചു വിട്ടിട്ടുണ്ട്. അമ്മ. ഒരുപക്ഷെ ഒരു വീട് വേണം, നല്ല കാര്യം, ഞാൻ എതിരല്ല. കൊച്ചിന്റെ കല്യാണം വേണം, 5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന 3.25 ഏക്കർ റബ്ബർ തോട്ടം മണിമല വേണമെന്ന്, ടെക്സാസിൽ നിന്ന് ഒരു വീസ അടിച്ചു കയറി വരണം, നല്ല കാര്യമാണ്. ആമേ. സെമി വെട്ടിഫേഡ് കടപ്പാക്കൽ ഗ്രാനൈറ്റ് അടിച്ചുരുട്ടിയ ഒരു വീട് വേണം, നല്ല കാര്യമാണ്. ഇതൊക്കെ ദൈവം നിങ്ങൾക്ക് തരട്ടെ. പക്ഷെ നമ്മൾ ഇറങ്ങിയത് അതിനു വേണ്ടിയല്ല. ആ കൈ ഉയർത്തിപ്പിടിക്കുന്നില്ലല്ലോ. നാം ഇറങ്ങിയത് അതിനു വേണ്ടിയല്ല. ആമേ. ഞാൻ ഒന്നുകൂടെ കേട്ടി പറയാം. കാർ ഓടിക്കുന്നത് കരിയല പറപ്പിക്കാനല്ല, എന്നാൽ കാർ ഓടിയാൽ കരിയല പറക്കും. യേശുവിനെ സേവിക്കുന്നത് അതിനു വേണ്ടിയല്ല, പക്ഷെ മര്യാദയ്ക്ക് സേവിച്ചാൽ അത് കിട്ടും. വിശ്വസ്തമായി യേശുവിനെ സേവിച്ച് ആരാ തകർന്നത്? ഒരു വാക്ക് ഞാൻ പറയാം, സമയം പോകല്ലേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്നേക്ക് 40 വർഷത്തിന് മുമ്പ് വിഷപ്പാമ്പിന്റെ കടിയേറ്റ് എൻ്റെ അപ്പ യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ ദാരിദ്ര്യത്തിന് ഒരു ദാരിദ്ര്യവും ഇല്ലാത്ത വീടായിരുന്നു എൻ്റെ വീട്. മലർന്നു കിടന്ന് മേളിലോട്ട് നോക്കിയാൽ സൂര്യഗ്രഹണം കാണുന്ന ഒരു പെരയും ഒലയുന്നൊരു കട്ടിലും ആടുന്നൊരു കസേരയും ഒക്കെ ആയിരുന്നു എൻ്റെ ഓർമ്മയിലെ ഞങ്ങളുടെ സമ്പത്ത്. 9 യൂണിറ്റ് അരി കൊണ്ട് 5 പേര് 1 മാസം ജീവിക്കേണ്ട ഗതികേടിലേക്ക് മൂക്കിടിച്ച് വീണ ഒരു വീടിനകത്തെ ആളാ ഞാൻ. അന്ന് കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എൻ്റെ വീടിന്റെ സാമ്പത്തിക സ്ഥിതി ഞാൻ പറയാം, നിങ്ങൾക്കിപ്പോൾ മനസ്സിലാകും. അന്ന് സ്കൂളിലേക്ക് പോകാനുള്ള കൺസെഷൻ 20 പൈസയാണ്. അങ്ങോട്ടും 10 ഇങ്ങോട്ടും 10. 20 പൈസ ഇല്ലാത്തതിന്റെ പേരിൽ 9 കിലോമീറ്റർ നടന്നവരാ ഞങ്ങൾ. അപ്പൊ സാമ്പത്തിക അടിസ്ഥാനത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഞാനും എൻ്റെ 2 പെങ്ങന്മാരും കൂടെ വാഴയുടെ തൂഷണിലേയും തല വെട്ടിവെച്ചുകൊണ്ട് ഞായറാഴ്ച രാവിലെ ഈ ഉടുപ്പിനകത്തോട്ട് സൺഡേ സ്കൂളിന്റെ ബുക്കും ബൈബിളും കൂടെ കയറ്റിവെച്ചുകൊണ്ട് കുനിഞ്ഞ് കുമരകത്തൂടെ, നിങ്ങൾ ആരും കണ്ണടച്ചിരുന്നത് കേൾക്കരുത്, തോമസൻ പാസ്റ്റർ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചവരല്ലെങ്കിൽ കണ്ണു തുറന്നിരിക്കുക.
പെന്തിക്കോസുകാർ ഉറങ്ങിയാലും തല കുലുക്കിക്കൊണ്ടേ ഉറങ്ങുള്ളൂ. അതൊരു വലിയ കൃപയാണ്. അങ്ങനെ 3 വാഴയുടെ തൂശനിലേയും തലേ വെച്ചുകൊണ്ട് കുമരകത്തെ ചന്തക്കവല ക്രോസ് ചെയ്യുമ്പോ 2 ഉടുപ്പിന്റെ ബട്ടൺസ് വഴിച്ച് മീൻ ഉണങ്ങിയതുപോലെ കടത്തിനെ നിൽക്കുന്ന ഒരു അച്ഛൻ പറയുക, ആണ്ടടാ റോട്ടിക്കൂടെ 3 വാഴ പോകുന്നെന്ന്. എന്റെ പെങ്ങൾ എന്റെ മുതുകി ചൊറിഞ്ഞു വെച്ച് പറഞ്ഞു, അച്ചാച്ചാ ആണ്ട് നമ്മളോടാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മളോടല്ല, ആണെന്ന് ചിന്തിച്ച സങ്കടമാ, നേരെ പോ. അവള് പിന്നെയും പറഞ്ഞു, എന്തെങ്കിലും ഒന്ന് തിരിച്ചു പറ, നമ്മളോടാ. എന്റെ പെങ്ങളോട് ഞാനൊന്ന് പറഞ്ഞ വാക്കുണ്ട്, ആമെ തൂശനിലേയും തല വെട്ടി വെച്ചുകൊണ്ട് പോകുന്നവനെ അപമാനിച്ചാൽ ആമെ വാഴയിലെ തല വെച്ചുകൊണ്ട് മറുപടി പറയുന്നത് അന്തസ്സല്ല, കാറെ വരുമ്പം പറയാ. Praise God. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ആമെ പെന്തിക്കോസിൽ പോയവൻ പിഴച്ചു പോയെന്ന് നാട്ടുകാര് പറഞ്ഞ കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷെ ഇറങ്ങിയ ഒരാളെ പോലും എന്റെ ദൈവം വെറുതെ വിട്ടില്ല. അവരുടെ തലമുറകളെയല്ല കൈയൊന്നടിച്ചു ദൈവത്തെ ഹല്ലേലൂയ. വിമർശിച്ചോട്ടെ പ്രിയരെ, ആമെ അപമാനിച്ചോട്ടെ, ആമെ ചീത്ത പറഞ്ഞോട്ടെ, പക്ഷെ ഞാനൊരു സത്യം നിങ്ങളോട് പറയാം, ഇതുപോലൊരു മാർഗം വേറെ ഇല്ല. ആമൻ ആ കരമം ഉയർത്തിപ്പിടിച്ചോട്ടെ. ആമേൻ. കഴിഞ്ഞ ദിവസം ആരാണ്ട് എന്നോട് ചോദിച്ചു, തിരുവനന്തപുരത്ത് ഒരു ചെറുക്കൻ അപ്പനെ വെട്ടിക്കൊന്നത് അറിഞ്ഞായിരുന്നു? ഇപ്പൊ അവൻ ചമ്മിയിരിക്കുക. കാര്യം 5 എണ്ണത്തെ കൊന്നവൻ വേറെ എഴുന്നേറ്റു. പിന്നെ ഇനി ഇവനും ചമ്മും, അടുത്തവൻ എഴുന്നേക്കും. സ്വന്തം അപ്പനെ ഒരാൾ. അതിന്റെ കുഴപ്പം അത് പ്രാർത്ഥനയ്ക്ക് പോയ വീട്ടിലെ ആ ചെറുക്കൻ. അന്നേരം എന്നോട് ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് പോയ വീട്ടിലെ ചെറുക്കൻ അപ്പനെ വെട്ടിക്കൊന്നു, ഇനി നമ്മൾ എങ്ങനെ പ്രസംഗിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, നാക്കോണ്ട് പ്രസംഗിക്കും. അതിന്റെ കാര്യം എന്നാ, ആമേ യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരുത്തൻ കെട്ടിത്തൂങ്ങിയത് അറിഞ്ഞായിരുന്നോ നിങ്ങൾ? കെട്ടിത്തൂങ്ങിയവൻ കയറെ കിടക്കുമ്പോ ദൈവരാജ്യം സൈഡിൽ കൂടെ മുമ്പോട്ട് പോവുക. ആമേ ഈ ലോകം കീഴ്മേൽ മറിഞ്ഞാലും ആമേ ഒരാള് തെറ്റിയാൽ തെറ്റുന്ന മാർഗമല്ല ഇത്. ആമേ ഇതിനെ പഥ്യമായിട്ട് പിടിക്കാത്തവരൊക്കെ തെറ്റും. പക്ഷെ ഞങ്ങളുടെ മോട്ടീവ് തെറ്റിയവനല്ല, ഞങ്ങളുടെ നോട്ട് ക്രൂശിലേക്ക്. ലോകത്തിലെ ഒരു ഗവൺമെന്റിന് പോലും പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ കഴിയാത്ത അന്തസ്സോടെ നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്നെ അഭിമാനമായി യേശുവിനെ സേവിക്കാൻ. കാര്യം ഇത്ര നല്ലൊരു ദൈവത്തെ ഞാൻ എപ്പോഴും പറയും, ആരാധനക്കാരുടെ എണ്ണം കൂടിയപ്പോ ദൈവമായതല്ല എന്റെ യേശു. യേശു ദൈവമായത് കൊണ്ട് ആളുകളുടെ എണ്ണം കൂടിയതാണ്. ഞാൻ മാവേലിക്കറിൽ ഒരു സഭാ ശുശ്രൂഷനായിട്ടിരിക്കുന്ന സമയത്ത് ഒരു രോഗിയായ മനുഷ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ രോഗിയാ, എന്നെ ഒന്ന് പ്രാർത്ഥിച്ച് സൗഖ്യമാക്കാമെങ്കിൽ യേശു ദൈവമാണെന്ന് ഞാൻ സമ്മതിക്കാം. ഞാൻ അന്നേരം പറഞ്ഞു, ഇയാള് ചത്തുപോയാലും യേശു ദൈവ. ഒന്ന് സന്തോഷത്തോടെ ഇരിക്കുക. അയ്യോ, ഇയാള് ചത്തുപോയാലും യേശു ദൈവ. ആമേ ഏതെങ്കിലും ഒരാളെ സൗഖ്യമാക്കിയിട്ട് ദൈവമാകേണ്ട ഗതികേട് യേശുവിനില്ല. അവൻ ദൈവമാകാൻ വേണ്ടി സൗഖ്യമാക്കുകയല്ല, അവൻ ദൈവം ആയാലും. ഹല്ലേലൂയ. ഓട്ടെ, കല്ലിനോട് അപ്പമാകാൻ പറ. യേശു പറഞ്ഞു, ഇല്ല സാത്താനെ, ഞങ്ങളുടെ ലക്ഷ്യം വചനമാണ്, ഞങ്ങളുടെ സ്വപ്നം നിത്യതയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഉദരപൂരണമല്ല വിഷയം. എത്ര പേര് ആമേൻ പറയുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അത് വിട്ടേര്. രണ്ടാമത്തെ കാര്യം, ദേവാലയ ഗോപുരത്തിന് മേളിൽ കയറ്റിച്ച് സാത്താൻ പറഞ്ഞു, ചാടിക്കോ, ദൂതന്മാർ പിടിച്ചോളൂ. ഈ സാത്താൻ എന്നാ അടിപൊളി സാത്താനാണെന്നറിയോ? ചാടിക്കുക മാത്രമല്ല, ആമേൻ, പിന്നെ ദൂതൻ പിടിക്കുമെന്നുള്ള ദൂതും കൂടെ പറഞ്ഞു കൊടുക്കണം. അതെന്നാ സാത്താനല്ലേ? സ്തോത്രം. യേശു സാത്താനോട് പറഞ്ഞ, സാത്താനെ, പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ലെന്ന്. ഇതെന്നാ അട്ടച്ചാക്കല? പറഞ്ഞ മനസ്സിലായില്ലേ? ഒന്നുകൂടെ പറയട്ടെ. സാത്താൻ പറഞ്ഞു ചാടിക്കോളാൻ പറഞ്ഞു. നമ്മളാണെങ്കിൽ അട്ടച്ചാക്കല്ലേ, ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി സാത്താൻ എന്നെ അപമാനിക്കുന്നു, ഒറ്റ ചാട്ടം തമ്പുരാൻ പിടിക്കുകയില്ല. അവിടെ കടന്ന് ഒടിയും, 3 ആഴ്ച കഴിയുമ്പോൾ മുടിയും.
അതിന്റെ കാര്യം എന്നറിയോ, ഈ തമ്പുരാനെ നിനക്ക് പരീക്ഷിക്കാനുള്ളതല്ല. ആമേ. ഞാൻ ആ വാക്ക് പച്ച മലയാളത്തിലെ വാക്ക് പറഞ്ഞത്, പിടിക്കുമോ എന്നറിയാൻ ചാടി നോക്കുന്ന പണി ഞങ്ങൾക്കില്ല. ഞാൻ ചോദിക്കട്ടെ, ആമേ, 3 പിള്ളേര് എലിക്കുഞ്ഞുങ്ങളെ പോലെ ഇരുന്ന സമയത്ത് സ്നാനപ്പെട്ട അമ്മമാർ ഇതിനകത്തില്ലേ? മക്കളുടെ കല്യാണപ്പന്തല് കണ്ടോണ്ടാണോ സ്നാനപ്പെട്ടത്? കൊച്ചി UK പോകുന്ന കണ്ടോണ്ടാണോ സ്നാനപ്പെട്ടത്? ആമേ, വീട് വെക്കുന്ന കണ്ടോണ്ടാണോ സ്നാനപ്പെട്ടത്? ഒന്നുമല്ലെന്നേ, അവനെ കുറിച്ചുള്ള വെളിപ്പാടിൽ ചാടിയതാ. ഓ, ഇത്ര നല്ലവനാം പ്രിയനെ, ഈ ധരയിൽ രുചി ചരിവാ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കൊന്നും താൻ മതിയാ. കൈയൊന്ന് ഉയർത്തിക്കൊണ്ട് പാടുക. ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കൊന്നും താൻ മതിയ. ഒന്ന് പാടി. ഇത്ര നല്ലവനാ ഇതരെ രുചി ചരിവാ ഇടയായതിനാൽ ഒടുവിൽ വരെയും ഇനി എനിക്കൊന്നും യേശു മതിയാ. ഇടയായതിനാൽ ഒടുവിൽ വരെയും. ആ കൈ ഉയർത്തിയൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. 3ാമത്തെ പരീക്ഷ, 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്കൊരു ആരാധന തരാവോ എന്നാ സാത്താൻ ചോദിച്ചത്. ഒന്നുകൂടെ പറയട്ടെ, ബാക്കി ഇരിക്കുന്നവർക്കെല്ലാം കൃത്യമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം. ഈ കവലെ 3 ഷട്ടറുള്ള 3 കട തരാമെന്നും, അപ്പോഴേ പത്തനംതിട്ട ടൗണില് 9.25 സെന്റ് സ്ഥലം തരാമെന്നും ഒന്നും അല്ല സാത്താൻ പറഞ്ഞത്. 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം. എന്റെ പൊന്നുവാസ, നമ്മളൊക്കെയാണ് തലയും കുത്തി. 5 ഭൂഖണ്ഡത്തിന്റെ ആധാരം തരാം, എനിക്കൊരു ആരാധന തരണമെന്ന്. അപ്പൊ സാത്താന് മനസ്സിലായ ആരാധനയുടെ വില എന്നാണ്. പക്ഷെ നമുക്ക് ഇതുവരെ ഇത് പിടികിട്ടിയ ഇങ്ങനെ ഇരിക്കുവോ? ഹല്ലേലൂയ. പിടികിട്ടിയ ഇങ്ങനെ വല്ലതും ആണോ നമ്മുടെ യോഗം നടക്കുന്നത്? നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, വകയിലുള്ള ഒരു അമ്മാച്ചന്റെ, അളിയന്റെ, ഉപ്പാപ്പന്റെ, കൊച്ചപ്പന്റെ, അനന്തരവന്റെ, കൊച്ചുമോന്റെ കല്യാണത്തിന് സ്ഥിരം സഭായവും മുടക്കി പോകുന്ന ആളുകളില്ലേ നമ്മുടെ സഭയില്? അവരൊക്കെ ഇരിക്കുന്ന കസേരയും കൂടെ കത്തിച്ചു കളയണം. അതിന്റെ കാര്യം, ആ ആരാധനയുടെ മഹത്വം അറിഞ്ഞ ഇരിക്കത്തില്ലേ? ഇത് ഞാൻ ഇത്രയും കനപ്പിച്ച് പറയാൻ കാരണം എന്നറിയോ? പെന്തിക്കോസി പോയതിന്റെ പേരിൽ ഏറ്റവും അടുത്ത 8 കല്യാണങ്ങൾ ഞങ്ങളുടെ അപ്പൻ ഞങ്ങളെ കൂടിച്ചിട്ടില്ല. അതിന്റെ കലിപ്പും കൂടെ ഉണ്ടെന്ന് ഓർത്തോണം. പിന്നെ എൻ്റെ അപ്പന്റെ ചേട്ടന്റെ മോളുടെ കല്യാണം കൂടിയിട്ടില്ലെന്ന്. അവളുടെ കൊച്ചിന് 1 വയസ്സുള്ളപ്പോഴാണ് അളിയൻ എന്ന് പറഞ്ഞ സാധനത്തെ ഞാൻ കാണുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? പെന്തിക്കോസി പോയതിന്റെ പേര് ഇല്ല, യേശുവിനെ അറിഞ്ഞതിന്റെ പേരിൽ. പ്രൈസ് ഗോഡ്. ഞാൻ ദൈവമക്കളോട് പറയുന്നു, ആരാധനയ്ക്ക് വിലയുണ്ട്. പിന്നെ റാന്നിയിൽ ഒരു പാസ്റ്റർ അമ്മാമ്മേനെ വിളിച്ചെന്ന്. എനിക്ക് വിളിച്ച പാസ്റ്ററിനെ അറിയാം, ഞാൻ ഫോൺ എടുത്ത അമ്മാമ്മേനെ അറിയാം. പക്ഷെ അതൊന്നും യോഗ്യതയുള്ള കാര്യമല്ലല്ലോ, വിമർശനമല്ലല്ലോ നമ്മുടെ ജോലി, വിഷയമാണ് നമ്മുടെ ജോലി. അമ്മാമ്മേനെ രാവിലെ വിളിച്ചു, അമ്മാ നാളെ ആരാധനയ്ക്ക് വരുവോ? അമ്മാമ്മയുടെ മറുപടി, പാസ്റ്ററെ മുട്ടിന്റെ പുറകിലത്തെ മസിലിനൊരു പിടുത്തമായതുകൊണ്ട് ഞാൻ നാളെ വരികയില്ല. അപ്പൊ ഈ മുട്ടിന്റെ പുറകിലെ മസിലിന് പിടുത്തം. എന്നാ പിന്നെ പാസ്റ്റർ പറഞ്ഞു, എന്നാ പിന്നെ ആയിക്കോട്ടെ. അതിൽ കൂടുതലൊന്നും പറയാൻ നമുക്ക് അവകാശം ഇല്ലെന്നേ. നമുക്കാകെ ഈ വെള്ള ഷർട്ടിന്റെ വച്ച മാത്രമേ ഉള്ളൂ. ഒരു ലിമിറ്റിൽ കൂടുതൽ പറഞ്ഞാൽ അവൻ അടുത്ത സഭയിലിരിക്കും.
എന്റെ ദൈവദാസനെ, നിങ്ങളൊക്കെ നേതൃത്വത്തിൽ ഇരിക്കുന്നതല്ലേ, ഞാൻ പറഞ്ഞ സത്യമല്ലേ? അച്ഛാ മനഃപൂർവ്വം മിണ്ടായിരിക്കുവാ. ഒരു ലിമിറ്റിൽ കൂടുതൽ ഒന്നും മിണ്ടാൻ പറ്റുകയില്ല. കാര്യം വട്ടവലയം വെച്ചോണ്ടിരിക്കുന്ന പോലെ അപ്പുറത്തിരിക്കുക. ഹല്ലേലൂയ. ഞാൻ നാളെ വരില്ല. മുട്ടിന്റെ പുറകിലത്തെ മസിലിന് പിടുത്തം. എന്റെ പൊന്നു പാസ്റ്ററെ, പിറ്റേ ദിവസമാ വെള്ളം കയറി വന്നത്. നമ്മുടെ മറ്റേ വെള്ളപ്പൊക്കം മുട്ടിന്റെ പുറകിലെ മസിൽ പിടിച്ച് അമ്മാമ്മ എലിവാണം വിട്ടതുപോലെയാ 3-ാം നിലയുടെ മേളിലോട്ട് പോയത്. അപ്പൊ നിങ്ങൾ പറ, ആരാധനയ്ക്ക് പോകാത്തത് കുരുത്തക്കേടാണോ ഇല്ലയോ? ഈ മുട്ടുവയ്യാത്ത അമ്മമ്മ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ എലി ഉപേക്ഷിച്ച് ഒരു തൊണ്ണൻ താഴെ വീണാ മതി, ഞൊണ്ടി ഞൊണ്ടി അവിടെ പോയ ഒരു തേങ്ങ എടുക്കും. അമ്മ 23 രൂപ വിലയുള്ള ഒരു തേങ്ങയ്ക്ക് വേണ്ടി 23 ചോട് വെക്കുന്നവര് ആരാധനയ്ക്ക് വേണ്ടി എന്താ വില കൊടുക്കാത്തത്? കൈയടിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് കൈയടിച്ച് ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ ജനം ഓടിക്കൂടിയത് പത്രോസിന്റെ പ്രസംഗക്കുറിപ്പ് കേട്ടോണ്ടല്ല, മുഴക്കം ഉണ്ടായപ്പോ ജനം കേറിയെന്നാൽ ആരാധന ഇല്ലാത്ത സഭയിൽ ആത്മാക്കൾ വരില്ല. ഹല്ലേലൂയ. ഞാൻ എല്ലായിടത്തും പറയും, നിങ്ങള് എന്നെ വല്ലതും വെച്ച് എറിയരുത്. മാതാപിതാക്കൾ ആരാധിച്ചാ മക്കൾ ആരാധിക്കും, ഞങ്ങൾ ഉപദേശിമാർ ആരാധിച്ചാ എല്ലാവരും ആരാധിക്കും. കേട്ടില്ല? അതിന്റെ കാര്യം എന്നാ, ഇവിടെ ആർക്കും ഒഴിവില്ല. സങ്കീർത്തനക്കാരൻ എന്നാ പറഞ്ഞത്? വൃദ്ധന്മാര്, ബാലന്മാര്, യുവതികള്, യുവാക്കന്മാര്, ഇനി ഏതെങ്കിലും ഒരുത്തൻ ഊളിയിടാതിരിക്കാൻ വേണ്ടി പറഞ്ഞു, ജീവനുള്ളവൻ എല്ലാം ആരാധിക്കട്ടെ. ഇനി വിശദീകരിച്ച് പറയാൻ എനിക്ക് ആവേശമുണ്ട്. എങ്കിലും ഒരു കാര്യം മാത്രം ഞാൻ പറയാം. എൻ്റെ ഈ പ്രസംഗ ജീവിതത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ച ഒരു അധ്യായം ബൈബിളിലുണ്ട്. അത് മത്തായി സുവിശേഷം 25. ഹല്ലേലൂയ. അതെന്താ എന്നെ പേടിപ്പിക്കാൻ കാര്യം? പറയാം. ഈ വാട്ട് ഈസ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞൊരു ചോദ്യമുണ്ട്. എന്താ ഈ ക്രിസ്ത്യാനിറ്റി? അപ്പോൾ ഓരോരുത്തർ അവരുടെ ചെല്ല് പറയും, കുന്തിരിക്കമാണ്, കുരിശാണ്, കൊടയാണ്, പെന്തിക്കോസുകാർ പറയും തമ്പാറാണ്, കിലുക്കമാണ്, പൂതളക്കിയാണ്, മുത്താണ്, ഇങ്ങനെയൊക്കെ നമ്മുടെ സാഹചര്യം അനുസരിച്ച് പറയും. പക്ഷേ 25-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ക്രിസ്ത്യാനിറ്റി എന്താന്ന് ചോദിച്ചാൽ മണവാളന്റെ മണിയറയിലേക്കുള്ള മണവാട്ടിയുടെ യാത്രയുടെ പേരാണ് ക്രിസ്ത്യാനിറ്റി. അത് കേൾക്കണമെങ്കിൽ TPM-കാരുടെ യോത്തിന് പാട്ട് പാടുന്നത് കേൾക്കണം പോയി. പിന്നെ ഹല്ലേലൂയ. ആ തമ്പാരെടുത്ത് ഇടത്തെ തൊടലോട്ട് വെച്ച് നല്ല വെള്ളം കൊടുത്തോണ്ട് നല്ല പെരുക്കി പിടിപ്പിക്കുന്ന കേൾക്കണം. പാടുന്ന പാട്ട് മുഴുവൻ മണിയറെ കുറിച്ചുള്ള പാട്ടാ. ഓ എൻ മണവാള, എൻ മണവാള, എന്ത് രസമല്ലേ! എൻ മനം കവർന്നെൻ മനതാരിൽ കുടിക്കൊണ്ട സുന്ദര രൂപനെ പ്രിയനെ. ഇത് നമ്മൾ പാടിയ 9 സ്കെയില് 16 താളം വരും. അവര് തെറ്റുകയില്ല. നല്ല കൈ. ഓ എൻ മണവാള, എൻ മണവാള, എൻ മനം കവർന്നെൻ മനതാരിൽ കുടിക്കൊണ്ട സുന്ദര രൂപനെ പ്രിയനെ. കണ്ടോ? മണവാളിനെ കുറിച്ച് പാടുക. അപ്പോസ്തല പ്രവൃത്തി നമ്മുടെ പേരെന്താ? മാർഗക്കാര്. അപ്പോസ്തല പ്രവൃത്തി സത്യം പറ. IPC ഉണ്ടോ? ചർച്ച കോഡുണ്ടോ? ന്യൂ ഇന്ത്യ ഉണ്ടോ? ചെറിയ മാസം മനഃപൂർവ്വം മിണ്ടാതിരിക്കുക. ന്യൂ ഇന്ത്യ ഉണ്ടോ? AG ഉണ്ടോ? എന്റെ വണ്ടി തല്ലി പൊളിക്കരുത്, അത് ലോണാണ്, ഞാൻ നേരത്തെ പറഞ്ഞേക്കാം. ഇനി നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഉപദേശിമാർ 5 എണ്ണം ഉണ്ട്. 2 IPC, 1 AG, 1 ന്യൂ ഇന്ത്യ, 1 സ്വതന്ത്ര സഭ. പിന്നെ 5 എണ്ണം ഉണ്ട്. ഗോത്രം. ഇപ്പൊ നിങ്ങൾക്കറിയേണ്ടത് സ്വതന്ത്രൻ ആരാന്നല്ലേ? ആശ്വാസായേ. ഹല്ലേലൂയ. ആമേൻ. അപ്പം അപ്പോസ്തലപ്പെടുത്തിയുടെ ഒരു മാർഗക്കാര്. നമ്മുടെ അപ്പച്ചൻ പാട്ടെഴുതി ഓർക്കുന്നില്ലേ? സിയോൻ സഞ്ചാരി, യേശുവിൽ ചാരി, ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. വഴി അതിദൂരം ബഹുവിധ തടസ്സമൊക്കെ വെച്ച് കീച്ചിയത് ഓർക്കുന്നുണ്ട്. ഇപ്പൊ ആ പാട്ടൊക്കെ ഓർക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. അപ്പൊ ഇതൊരു മാർഗമാണ്. എവിടുന്ന് എങ്ങോട്ട്? പാപഭൂമിയിൽ നിന്ന് വിശുദ്ധിയുടെ സ്വർഗത്തിലേക്ക്. ഈ മണ്ണിൽ നിന്ന് മണവാളന്റെ അടുക്കലേക്ക്. അതുകൊണ്ട് നമ്മുടെ അപ്പച്ചമാർ പാടി, എന്ന് വരും, എപ്പോൾ വരും, പോയതുപോലെ എൻ്റെ മണവാളൻ. നോക്കി നോക്കി ഞാൻ കാത്തിരിക്കുക. കാത്തിരുന്ന് ഞാൻ ക്ഷീണിക്കുക. അപ്പാ വേഗം വരണേ. എനിക്ക് ആ പാട്ടിനകത്ത് ഞാൻ എപ്പോഴും പാടുന്നൊരു, എൻ്റെ കഷ്ടത്തിൽ നനച്ചു
ഞാൻ മണവാളൻ വരുമെന്ന്. ആമേ, പക്ഷേ ഞാൻ നനച്ച സമയത്തല്ല അവൻ വരുന്നത്. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്ത്യാനിറ്റി മണിയറയിലേക്കുള്ള യാത്രയാ. ഞാൻ പെട്ടെന്ന് വരാവേ. അവിടെ ഓർമ്മപ്പെടുത്തുന്ന 3 വാക്കുകളുടെ അടിയിൽ വരയിടണം. ഒന്ന് കന്യക. കന്യക ഒന്ന് ഒച്ചത്തി പറഞ്ഞേ, come on please, കന്യക. രണ്ടാമത്തെ വാക്ക് എക്സഡസ്, പുറപ്പാട്, പുറപ്പെടുക. മൂന്നാമത്തെ വാക്കാണ് പേടിക്കേണ്ടത്, വിളക്കിലും പാത്രത്തിലും ഈ എണ്ണ. അത് മൂന്നൂടെ ആമേ ദൈവമക്കൾ, ഈ കൺവെൻഷന് കർത്താവിന്റെ നാമം ഒന്ന് ഉയരട്ടെ. 1 കന്യക, 2 പുറപ്പാട്, 3 വിളക്കിലും. അപ്പോ നിങ്ങളുടെ പോക്ക് കല്ലറ വരെയാണെങ്കിൽ ഇത് ശ്രദ്ധിക്കരുത്, പോക്ക് നിത്യത വരെയാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചോണം. 1 കന്യക, വാക്കിന്റെ അർത്ഥം എന്നാ? പുരുഷൻ തൊടാത്തവൾ. വാക്കിന്റെ മീനിങ് എന്നാ? അനിഷേധ്യമായ വിശുദ്ധ ജീവിതം. എന്റെ പൊന്ന് തോമസ് പാസ്റ്റർ, ഞാൻ എല്ലായിടത്തും പറയും, വിശുദ്ധി പ്രസംഗ വിഷയമല്ല, വിശുദ്ധി ആചരണമാണ്. ഞാൻ അവിടെ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? എന്ന് പറഞ്ഞാൽ 1000 പ്രാവശ്യം വിശുദ്ധി പ്രസംഗിച്ചാലും പ്രസംഗിക്കുന്നവൻ വിശുദ്ധനാകണമെന്ന് നിർബന്ധമില്ല. വിശുദ്ധി പ്രബന്ധമല്ല, വിശുദ്ധി പ്രമേയമല്ല, വിശുദ്ധി ആചരണമാണ്. സാങ്കുട്ട, നീ 1 മിനിറ്റ് വന്നേ. എനിക്ക് ഇവൻ അടുത്ത് നിൽക്കുമ്പോൾ എനിക്ക് നാണം വരുന്നോണ്ടാണ് ഞാൻ വിളിക്കാറ്. ഞാൻ ഇങ്ങനെ 1 കുത്ത് പഞ്ചസാര എടുത്ത് കൊച്ചിന്റെ വായിലോട്ട് ഇടുക. ആ മധുരം ഒന്ന് മോഹം കൊണ്ട് ഇവരെയൊന്ന് കാണിക്കും. കൊഞ്ഞനം കുത്താനല്ല പറഞ്ഞത്. താങ്ക് യു. നിങ്ങൾക്ക് ഞാൻ ആ ചോദിച്ച ഭാഷയുടെ അസ്വസ്ഥത മനസ്സിലായോ? ആ സാമിന്റെ വായിലേക്ക് ഞാൻ പ്രക്കാരത്തിരിക്കുമ്പോൾ അയാളുടെ അമ്മ സ്നാനപ്പെട്ടത് ഞാൻ കാണുമ്പോൾ അയാൾ വളരെ ചെറുതാണ്. ആമേൻ. ഇപ്പൊ ദൈവം അയാളെ വളർത്തി. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ സെറാബ്സല്ലേ ഇപ്പോഴുള്ളത്. റൈറ്റ്. ആമേൻ. 1 കുത്ത് പഞ്ചസാര എടുത്ത് ഞാൻ ആ കുഞ്ഞിന്റെ വായിലോട്ട് ഇട്ട് കഴിയുമ്പോൾ അവൻ ഒരിക്കലും മോഹം കൊണ്ട് പഞ്ചസാരയുടെ മധുരം എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്നാ? ആ മധുരം അവൻ അനുഭവിക്കാനേ പറ്റത്തുള്ളൂ. ഇതുപോലെ വിശുദ്ധി പുറമെ കാണിക്കാൻ പറ്റുകയില്ല. പുറമെ കാണിക്കാൻ പറ്റുന്നത് അക്വാബായുടെ വെള്ള ചുടിദാറും ലിനന്റെ വെള്ള ഷർട്ടും മാത്രമേ ഉള്ളൂ. വേണേ ഒരു വെള്ള വാച്ച് കെട്ടാൻ വെള്ള ഷൂടാ, പക്ഷെ അതൊന്നും സ്വർഗീയ വിശുദ്ധിയല്ല. വിശുദ്ധി ആചരണമാണ്, പ്രസംഗമല്ല. അതുകൊണ്ട് പ്രസംഗിക്കണ്ടേ? പ്രസംഗിക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലായി കാണും. 1 വാക്കൂടെ പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വിട്ടേക്കാം. ഈ മദ്രാസ് മെയിലിനകത്ത് ധാരാളം എലിയുണ്ട്. ഇപ്പോഴത്തെ പുതിയ ട്രെയിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കയറിയപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മദ്രാസ് മെയിൽ ട്രെയിൻ കണ്ടിട്ടുണ്ടാ? നമ്മൾ നടക്കുന്ന വഴി കൂടെ എലി ഇങ്ങനെ നടന്നേച്ച് നമ്മുടെ മുഖത്തോട് നോക്കി. എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഞാൻ ചോറ് തിന്നിട്ടുണ്ട്, തപ്പണ്ടെന്നാ. സീറ്റിനടിയിരിക്കുന്ന ചോറും പൊതി ഞാൻ എടുത്തിട്ടുണ്ട്. 100 എലീനെയും കൊണ്ട് തിരുവനന്തപുരത്തുനിന്ന് ആ മദ്രാസിന് പോകും. മദ്രാസിൽ നിന്ന് ഒരു 150 എലീനെയും കൊണ്ട് ഇവിടെ വരും. എലിക്ക് ഭാഷയില്ലാത്തത് കൊണ്ട് മദ്രാസിലെ എലിയാണോ തിരുവനന്തപുരത്തെ എലിയാണോ എന്നറിയാൻ ഒരു മാർഗവും. പക്ഷെ ഇന്നു വരെ എലി കേറിയതിന്റെ പേരിൽ മദ്രാസ് മെയിൽ പിടിച്ചിട്ടിട്ടില്ല. എലിനെ കൊണ്ട് പോവുക. എന്നാൽ എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റിനകത്ത് എലി കയറിയ പോവുകയില്ല. പറഞ്ഞാൽ മതി. യാത്രക്കാരെ മുഴുവൻ ഒഴിവാക്കും, പൈലറ്റ്സിനെ ഇറക്കും, ക്രൂ മെമ്പേഴ്സിനെ ഇറക്കും, എഞ്ചിനീയേഴ്സ് അതിനകത്ത് വരും. അതിന് ഹൈഡ്രോളിക് മുതൽ എല്ലാ സംവിധാനങ്ങളും ചെക്ക് ചെയ്യും. 1 മണിക്കൂർ ഫ്ലൈറ്റ് എയർപോർട്ടിൽ കിടക്കുന്നതിന്റെ തറവാടക 80,000 രൂപ, 1 ലക്ഷം രൂപയാ. ആ ഒറ്റ മുടിഞ്ഞ എലി കാരണം ഒരു 5 ലക്ഷം രൂപ പോകും. 4.5 മണിക്കൂർ കഴിഞ്ഞ് യാത്രക്കാരെ തിരിച്ചു കയറ്റിയപ്പോ ഒരു വെല്ലുമ്മ ചെന്നച്ച് പൈലറ്റിനോട് ചോദിച്ചു, എടോ താൻ എന്നാ പൈലറ്റ് ആടോ? മദ്രാസ് മെയിലെ ഞങ്ങളുടെ 150 എലീനെ കൊണ്ട് മദ്രാസിൽ പോയിട്ടുണ്ട്, തനിക്കെന്താ 1 എലീനെ കൊണ്ട് പോയാൽ? പൈലറ്റ് പറയുന്ന മറുപടി കേൾക്കണം. അമ്മാ, നിലത്തൂടെ കടന്ന് വലിയുന്ന വണ്ടിക്ക് എലി പ്രോബ്ലം അല്ല, പറക്കുന്നവന് പ്രോബ്ലമാണ്. അക്കരമൊന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ. വിശുദ്ധി അടിച്ചേൽപ്പിക്കാനല്ല. പല്ലുവേദനയ്ക്ക് നല്ല ഗുളികയുണ്ടെന്ന് ഇല്ലേ? പക്ഷെ ചിലർക്ക് പുകലയുടെ ഞെട്ട് കടിച്ചു പിടിച്ചാലേ പല്ലുവേദന മാറത്തുള്ളൂ. ആരുടെ കുറ്റമാണ് അത്? ഞാനെങ്ങനെ അറിഞ്ഞെന്നോ?
നല്ല സുന്ദരൻ ഗുളിക. ആ ഒറ്റ ഗുളിക അടിച്ചാൽ വീട്ടിലുള്ള 7 പേരുടെ ബോധം പോകുന്ന ഗുളിക ഉണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് ഈ എനിക്ക് നല്ല വൃത്തിയായിട്ട് എനിക്ക് ചിരി വരുന്നുണ്ട്. തിരിച്ചു പോകുമ്പോ അങ്ങനെ ചിരിക്കാല്ല. എന്നെ ഞാന് വിശുദ്ധിയുടെ തീവ്രത കൊണ്ട് നിങ്ങളിടുന്ന ഉടുപ്പിന് നീളക്കുറവാണ്, ഞാൻ ഒരു തോന്നിവാസം ഇവിടെ പറഞ്ഞിട്ടുണ്ടോ? ആത്മീക വേദിക്ക് അനുയോജ്യമല്ലാത്തൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇനി ആ വാക്ക് പറയും. വിശുദ്ധി ഒരാൾ വെക്കുന്ന പ്രബന്ധമല്ല, അത് സെൽഫാണ്. അത് എനിക്ക് തോന്നേണ്ട കാര്യമാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? വിട്ട് രണ്ടാമത്തെ കാര്യം പുറപ്പാടാണ്. ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളെ വിടുക. പൗലോസ് പറഞ്ഞ മലയാളം തന്നെ പറയാം. ബലഹീനവും ദരിദ്രവുമായ ഇന്നലകളിലെ കോട്ടയം ഭാഷ പറയാം. ചെണ്ടപ്പുറത്ത് പോലിടുന്നിടത്തെല്ലാം പോയി വായി നോക്കി നിൽക്കാൻ നല്ല വിശ്വാസിക്ക് അനുവാദമില്ല. അപ്പൊ ആ കാര്യങ്ങൾ ചിലർക്ക് അന്ന് തന്നെ പപ്പടം പൊട്ടിക്കണമെന്ന് നിർബന്ധം. ഞാൻ അവരെ കണ്ടുമില്ല, നമ്മൾ തമ്മിലാണ്. മൂന്നാമത്തെ കാര്യം ഇതൊന്ന് കേട്ടേച്ച് നമുക്ക് എബ്രായ ലേഖനത്തിലേക്ക് ഓടിയെത്താം. നിങ്ങൾ സന്തോഷമായിട്ടാണോ ഇരിക്കുന്നത്? മൂന്നാമത്തെ കാര്യം, വിളക്കിലും പാത്രത്തിൽ വെണ്ണ. ഇവിടെ പ്ലീസ് പാത്രം കത്തുവോ? ഇല്ലല്ലോ. പാത്രത്തിൽ തിരിയുണ്ടോ? ഇല്ലല്ലോ. വിളക്കല്ലേ കത്തത്തുള്ളൂ. അപ്പൊ ഈ കത്തുന്ന വിളക്കിനെ ഫോക്കസ് ചെയ്താണ് ഇവർ ജീവിച്ചു തുടങ്ങിയത്. അപ്പൊ ഇവര് ജ്വലനത്തിനും കത്തലിനും പ്രാധാന്യം കൊടുത്ത് ജീവിച്ചു. പക്ഷെ ഇതിനകത്ത് 5 പേര് ചിന്തിക്കാൻ തുടങ്ങി, ഈ വിളക്കിലെ എണ്ണ കൊണ്ട് നമ്മൾ അവിടെ ചെല്ലിയേല. എന്നോട് കൂടെ വരണേ. ഇത് ഞാൻ ബാലരമയ്ക്കകത്ത് നല്ല പ്രസംഗിക്കുന്ന ബൈബിളാണ്. തെറ്റാണ്, എന്നെ തിരുത്തിയച്ചു വിടണം. 5 പേര് പറഞ്ഞ അച്ഛാ, ഈ വിളക്കിലെ എണ്ണ കൊണ്ട് നമ്മൾ അവിടെ ചെല്ലിയല്ല. അന്നേരം മറ്റേ 5 പേര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? എടാ, ഞാൻ 67 ഇറങ്ങിയതാ. ഇത്രയും നാളും ഈ വിളക്കിലെ എണ്ണ കൊണ്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. ഇനി പാത്രം കിട്ടിയിട്ടുള്ള സ്വർഗം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്നാ? ഞാൻ ഇവിടെ ഇങ്ങനെ കൈയടിക്കാതെ മെഴുകു പ്രതിമ പോലെ ഇരിക്കും, കേറ്റുന്ന സ്വർഗത്തിൽ എനിക്ക് പോയാ മതി എന്നാ. അതിന്റെ കാര്യം എന്നാ? എന്റെ ബാങ്കിൽ ഡോളർ കിടപ്പുണ്ട്, ദിനാറ് കിടപ്പുണ്ട്, പൗണ്ട് കിടപ്പുണ്ട്, വേൾഡ് ബാങ്കിൽ കാശ്, സ്വിസ് ബാങ്കിൽ കാശ്, കാനറ കാത്തലിക്, IDB, ICICI ബാങ്കിൽ എല്ലാം കാശ്. പിന്നെ അവിടെ റബ്ബർ തോട്ടം കിടക്കുന്നു, ഇവിടെ 9 ഫ്ലാറ്റ്, അവിടെ 5 വീട്. ഇനി കൈയടിച്ചില്ലേ എനിക്കെന്താ? കൈയടിച്ചില്ലേ എന്താ? നീ വിവരം. ഹല്ലേലൂയ. ഞാൻ ഒരു വാക്കൂടെ പറയാം ദൈവദാസന്മാരെ. ഈ വിളക്കിലെ എണ്ണ പോരെന്ന് 5 പേര് പറഞ്ഞില്ലേ? മറ്റേ 5 പേര് പറഞ്ഞില്ല, ബ്രദർ പാത്രത്തിൽ എണ്ണ എടുത്തു. ബ്രദറിന് ഉണർവാണെങ്കിൽ പാത്രത്തിൽ എണ്ണ എടുത്തു. ഞങ്ങളിപ്പോ ഇങ്ങനെ പോകുന്നുള്ളൂ. ഈ 5 പേര് സഭയിൽ നിന്ന് പോയതായിട്ട് വാക്യമുണ്ടോ? ആരെങ്കിലും ഒന്ന് സഹായിക്കുക. ഈ വിളക്ക് മതിയെന്ന് പറഞ്ഞ 5 പേര് ചർച്ചയിൽ നിന്ന് പോയോ? ഇല്ല. പാത്രത്തിൽ എണ്ണയുള്ളവരും വിളക്കിൽ മാത്രം എണ്ണ ഉള്ളവരും അന്നേരം ഒരു സഭയിലാണ്. 10 പേരുടെ ശരീരം ചർച്ചിലുണ്ട്, പക്ഷെ ആത്മാവ് കൊണ്ട് അവർക്ക് 2 മനസ്സാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് എനിക്ക് തോതിലേക്ക് ഓടണം. ചില ആളുകൾക്ക് ആരാധന ഇഷ്ടമല്ല. ആരാധന ഇഷ്ടമല്ലെങ്കിൽ ഡിലേ കുറയ്ക്കാവോ? ആരാധന ഇഷ്ടമല്ലെങ്കിൽ ആരാധിക്കുന്നവരെ ഇഷ്ടമല്ല. ഇനി ഏതെങ്കിലും ഒരു ആന്റി വന്നേച്ച് ജോസ് അതുല്യ പാസ്റ്ററോട് പറയാ, അച്ഛാ ആ സഹോദരിയോട് ആരാധിക്കാതിരിക്കാൻ പറഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അന്നേരം നമ്മൾ ഈ അമ്മാമ്മനെ ശാസിക്കും. അതിന് ഈ അമ്മാമ്മ പറയുന്നൊരു കുരുത്തക്കേട് എന്താണെന്നറിയോ? സുഭാഷ് കുമരൻ പാസ് മുത്തുപോലത്തെ ദൂതായിരുന്നു, ഏലിയാമ്മയുടെ ഒച്ച കാരണം ഒന്നും കേൾക്കാൻ പറ്റിയില്ലെന്ന് പറയും. വെച്ച് പൊട്ടിക്കുന്ന പൊട്ടീര് കണ്ടോ? ആരുടെ ഒച്ച കാരണം? പറ. ഏലിയാമ്മയുടെ ഒച്ച കാരണം. ആയിക്കോട്ടെ, സത്യമായിരിക്കും. പിറ്റേ ദിവസം ഏലിയാമ്മ യോഗത്തിന് വന്നില്ല. ഏലിയാമ്മയ്ക്ക് പനിയായിരുന്നു. അന്ന് ഈ മുത്തു പെറുക്കുന്ന അമ്മമ്മ വായു തുറന്നിരുന്ന് ഉറങ്ങുമായിരുന്നു. അപ്പൊ നിങ്ങൾ പറ, ഉദ്ദേശം മുത്തുപെറുക്കലാണോ? ഇല്ല, ആരാധിക്കുന്നവന്റെ കഴുത്തെ പിടിക്കേണ്ടത്. ഇത് ഇന്ന് തുടങ്ങിയതാണോ ഈ രോഗം? അല്ല, ഉൽപ്പത്തി പുസ്തകത്തിൽ ആരാധിക്കുന്നവനെ യോഗം കഴിഞ്ഞ് കൊല്ലുക.
അഭിഷേകം ഉള്ളവനെ കൊല്ലുക, കൈയടിക്കുന്നവനെ കൊല്ലുക, പ്രവചിക്കുന്നവനെ കൊല്ലുക, പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുക്കുന്നവന് പക്ഷേ എന്റെ ദൈവമക്കളെ കാല് പിടിച്ച് ഞാൻ പറയാം, മണിയറയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവഗണിക്കപ്പെടാതിരിക്കണമെങ്കിൽ പാത്രത്തിന്റെ അകത്ത് കൈമടിച്ച് ഞാൻ ആ ഭാഗം വിടുകയാണ്. യേശു കർത്താവിന്റെ പരീക്ഷണ പർവ്വതങ്ങളുടെ കൊമ്പൊടിച്ചു. ഏതാണ്ട് 37 അത്ഭുതങ്ങളാണ് യേശു ചെയ്തത്. എന്നോട് കൂടെ പറയണേ പ്രാർത്ഥിച്ചോണ്ട്. യായിറോസിന്റെ മകളെ വീട്ടിലും വിധവയുടെ മകനെ റോട്ടിലും ലാസറിനെ കല്ലറയെന്ന് ഉയർപ്പിച്ചു. ഒരു ദൂത് ഞാൻ എല്ലായിടത്തും പറയുന്നതാ, എവിടെ നഷ്ടപ്പെട്ടാലും തിരിച്ചു തരാൻ കർത്താവ് വിശ്വസ്തനാണ്. ആരും തൊടാത്തവരെ തൊടുന്ന കർത്താവ്, ആരും മിണ്ടാത്തവരോട് മിണ്ടുന്ന കർത്താവ്, ആരും കിടക്കാത്ത വീട്ടിൽ കിടക്കുന്ന കർത്താവ്. ഞാൻ ഈ ദേശത്തോട് പറയാം, ആമേ, അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ ഉയർത്തുന്ന യേശുവാണ്. ആ കൈയൊന്ന് ഉയർത്തുക, ഹല്ലേലൂയ. അങ്ങനെ അനസ്യൂതം ഒഴുകുന്ന ഒരു നദി പോലെ പലസ്തീൻ നാട്ടിൽ യേശുവിന്റെ അത്ഭുതങ്ങൾ അങ്ങനെ പെരുകുകയാണ്. യേശു കർത്താവ് പിടിക്കപ്പെടുന്നു, ആമേ, ഗാൽഗുത്തായിൽ തകർക്കപ്പെടുന്നു. ഞാൻ ആ ഭാഗം അവിടെ വെച്ച് ഒരു അല്പവിരാമ ചിഹ്നം ഇട്ടേച്ച് നേരെ കയറുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലാണ്. ദൈവസഭയുടെ ചരിത്രം 1-ാം അധ്യായത്തിലെ ഒരു സംഘം, 2-ാം അധ്യായത്തിലെ ഒരു സഭ. ആമേ, സംഘത്തെ സഭയാക്കാൻ എന്നാ ചെയ്യണം? ബോർഡ് വെച്ചാ പോരാ, പരിശുദ്ധാത്മാവ് ഇറങ്ങണം. ആത്മാവ് ഇറങ്ങാതെ ആരെവിടെ കൂടിയാലും സംഘം, ആത്മാവ് ഇറങ്ങുന്നവർ എവിടെ കൂടിയാലും സഭ. എന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. 4 വ്യക്തികളുടെ ചരിത്രം. 1 മീൻ പിടിക്കാൻ പോയ പത്രോസിന്റെ ചരിത്രം. 2 ആമേ ദേഹത്തെ കല്ലെറിയുമ്പോൾ മുട്ടുകുത്തി പ്രാർത്ഥിച്ച സ്തെഫാനോസിന്റെ ചരിത്രം. 3 പരിശുദ്ധാത്മാവിന്റെ ഒക്കത്ത് കയറി സഞ്ചരിച്ച ഫിലിപ്പോസിന്റെ ചരിത്രം. 4 40 പട്ടണവും 9 ദ്വീപിനെ ഇളക്കിയ 3-ാം സ്വർഗത്തിൽ കയറിയ കത്തുന്ന നരകത്തിന്റെ തീ മണത്തെറിഞ്ഞ ഒരു അതികായനായ ദൈവമനുഷ്യൻ. ആമേ, 3 മിഷണറി യാത്ര കൊണ്ട് ഏഷ്യ മൈനറിനെ ഇളക്കി മറിച്ച പൗലോസ് എന്ന് പറയുന്ന ഒരു അതികായനായ ദൈവമനുഷ്യൻ വിട്ടു. ആമേ, പിന്നെ ലേഖനങ്ങൾ തുടങ്ങുന്നു. ലേഖനങ്ങൾ ദൈവസഭയുടെ കാറ്റലോഗാണ്. ജീവനുള്ള ദൈവത്തിന്റെ സഭയിൽ എങ്ങനെ നടക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. അതിന്റെ അർത്ഥം എന്നാ? എങ്ങനെ നടക്കാൻ പറ്റിയ സ്ഥലമല്ല ദൈവത്തിന്റെ സഭ. വിട്ടേര്. ഇനി പൗലൂസ് എന്ന വിഷയത്തിൽ വന്ന് ഇബ്രായ ലേഖനത്തിലേക്ക് ഓടി വരികയാണ്. പൗലൂസിനെ കുറിച്ച് ഞാനൊരു 4 കൂട്ടം കാര്യം പറയും. പൗലൂസ് എന്താ എഴുതിയെന്നൊരു 4 കൂട്ടം കാര്യം പറയും. എന്നിട്ട് ദൂതർ ഇപ്പൊ പാസ് ആലോചിക്കുന്നത് ഇതെല്ലാം കൂടെ എപ്പോൾ തീരുവെന്നല്ലേ, നമ്മൾ സമയത്ത് നിർത്തുവെന്ന്. പിന്നെ പൗലൂസിനെ കുറിച്ച് ഒരു 4 കൂട്ടം കാര്യം പറയണ്ട, നേരം പോയിരിക്കും. ഞാൻ ഓടിച്ചു പറഞ്ഞുകൂടാ. 1, ഈ മനുഷ്യനെ പൂട്ടിയിട്ടാൽ ഒരു ലേഖനം ഉണ്ടാകും, തുറന്നു വിട്ടാൽ ചെല്ലുന്നിടത്ത് സഭയുണ്ടാകും. ഉണ്ടോ? ഒരു ആമേൻ വായ്പെങ്കിലും മേടിച്ചു. പൂട്ടിയിട്ടാൽ ലേഖനം, തുറന്നു വിട്ടാൽ സഭ. അയ്യോ, നമ്മളെയൊക്കെ പൂട്ടിയിട്ടാൽ ഉണ്ടാകുന്ന കുഴപ്പം എന്നാണെന്നറിയോ? കമ്പിയുടെ ഇടയ്ക്കൂടി ഇട്ടേച്ച് നമ്മൾ സെൽഫി എടുക്കും. ഈ പൂട്ടിയിടുന്നൊക്കെ ചെറിയ കാര്യമൊന്നുമല്ല, കർത്താവേ സ്തോത്രമൊക്കെ വലിയ കാര്യമാണ്. പക്ഷെ നോർമലി സംഭവിക്കാൻ പോണത്, എന്നിട്ട് അതിന്റെ താഴെ നമ്മൾ എഴുതാൻ സാധ്യതയുള്ളത് അക്കൗണ്ട് നമ്പരാ. പക്ഷെ പൗലൂസ് ജയിലിൽ കിടന്ന് എഴുതിയത് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന്റെ വ്യാപാരത്തിൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് വാഴ്ചകൾക്ക് അധികാരങ്ങൾക്ക് കർത്തൃത്വങ്ങൾക്ക് ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന എല്ലാ നാമത്തിനും അത്യന്തം മീതെ ഇരുത്തി ആ അധികാരം തന്റെ ശരീരമായ ഒരാമേൻ പറ. ഇതെഴുതിയത് പട്ടുമെത്തെ കടന്ന് എഴുതിയതല്ല, പരുക്കൻ തറയിൽ മുട്ടുകുത്തി എഴുതിയതാ. ആരാ ഒറിജിനൽ ആത്മീകൻ? അടഞ്ഞ കാരാഗ്രഹങ്ങളെ തുറന്ന സ്വർഗമാക്കാൻ
പൗലോസിനെ കുറിച്ചുള്ള രണ്ടാമത്തെ കാര്യം, ഈ മനുഷ്യൻ സുവിശേഷ നിമിത്തം കൊട്ടയ്ക്കകത്ത് ഒതുങ്ങും. മൃഗത്തിന്റെ കൊടല്, മീനിന്റെ തല, അഴുക്ക്, ദുർഗന്ധം വമിക്കുന്ന പണ്ടങ്ങൾ എല്ലാം വലിയ കൊട്ടയ്ക്കകത്തിട്ട് അവര് പട്ടണത്തിന്റെ പുറത്ത് കിടങ്ങിലേക്ക് ഇറക്കുന്ന ഒരു വലിയ കൊട്ടയ്ക്കകത്ത് പൗലോസ് കയറിയിരുന്നു. നാറുന്ന കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ ഒതുങ്ങിയപ്പോൾ പൗലോസിന്റെ ചെവിയിൽ ദൈവം പറഞ്ഞു, നാറുന്ന കൊട്ടയ്ക്കകത്ത് നീ ഒതുങ്ങിയാൽ ആ നാട്ടിൽ ഞാൻ നിന്നെ നിറയ്ക്കാൻ പോകയാ. എവിടെ നിന്നെ ഒതുക്കിയോ, somebody shout, എവിടെ നിന്നെ ഒതുക്കിയോ, എവിടെ നിന്നെ അപമാനിച്ചോ, എവിടെ നിന്നെ ഞെരുക്കിയോ, അവിടെ തന്നെ കൈവമടിച്ച് ഇതൊരു പ്രവചനമായി സ്വീകരിക്ക്. ദൈവം നിന്നെ ഒതുങ്ങാൻ വേണ്ടി മാത്രം വിളിച്ചതല്ല, ആ ഒതുങ്ങല് ഒരു നിറവിന്റെ തുടക്കമാണ്. ഇനി മൂന്നാമത്തെ കാര്യം വിട്ടേച്ച് നാലാമതൊരു കാര്യം പറഞ്ഞ സമയമില്ലാത്തതുകൊണ്ട് പൗലോസിനെ മെലീത്തായി ചെന്നേച്ച് ഒരു പാമ്പ് കടിച്ചു. ഹലോ 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 പൗലോസിനെ മെലീത്തായി ചെന്നേച്ച് ഒരു പാമ്പ് കടിച്ചു. എൻ്റെ വിലപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാരെ, നോർമലി ഒരാൾ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് നമ്മളെ ഫോൺ വിളിച്ചാൽ നമ്മുടെ വായിക്കകത്ത് ആദ്യം വരുന്ന ദൂത്, എൻ്റെ ദാസനെ, നിന്റെ കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്ന ചില നാഗശക്തിയുടെ പോരുണ്ട്. നാഗോന്ന് പറഞ്ഞിട്ട് ഇളകിയില്ലെങ്കിൽ അന്നേരം പിന്നെയും കയറ്റി പറയും അത് 4 തലമുറകളായി വെളിപ്പെട്ട് വരുന്ന ദുർശക്തികൾ ഉണ്ടെന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ടാൽ നമ്മളങ്ങ് വെപ്രാളം പിടിക്കും. ഞാൻ പൗലോസിനോട് പറഞ്ഞു, അങ്ങക്കെതിരെ ആ പോരുണ്ടോ? പൗലോസ് ചിരിച്ചേച്ച് പറഞ്ഞു, എടാ പൊട്ടാ സുഭാഷേ, എന്നെ കടിച്ച പാമ്പ് പോരാട്ടമല്ല, പുബ്ലിയോസിന്റെ വീടിന്റെ താക്കോലാണ്. ആരോടോ ഞാൻ ആത്മാവിൽ പറയുന്നു, ഇന്ന് നീ നേരിടുന്ന ചില പ്രോബ്ലങ്ങൾ അടുത്തൊരു വാതിലാക്കി ദൈവം തുറക്കാൻ പോകുകയാണ്. ആ കൈ ഒന്ന് ഉയർത്തി പിടിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഭാഗം ഞാൻ വിടുകയാണ്. എബ്രായ ലേഖനം ഉൾപ്പെടെയുള്ള പൗലോസിന്റെ 14 ലേഖനങ്ങൾ ഉണങ്ങിയ കൊപ്ര നല്ലപോലെ ചക്കിലിട്ട് ആട്ടി തെളി ഊറ്റിയെടുത്താൽ തെളിനീര് കിട്ടുന്നത് പോലെ പൗലോസിന്റെ 14 ലേഖനങ്ങൾ ചക്കിലിട്ടാട്ടിയാൽ ഇറങ്ങി വരുന്നത് 4 ദൂതുകളാ. വിശദീകരിക്കാൻ നേരമില്ല. 4 രാത്രി ഉണ്ടെങ്കിൽ പറഞ്ഞു തീരില്ല. ഒന്ന്, യേശുവിന്റെ മടങ്ങി വരവ്. കണ്ടോ, അതിന് ഹല്ലേലൂയ പറയാത്തവർ ഇനി ഏതിന് ഹല്ലേലൂയ പറയാനാ? കർത്താവ് തൻ ഗംഭീരനാദത്തോടെ, പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിന്റെ കാഹളത്തോടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന അവരോടൊരുമിച്ച് വാനമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഇങ്ങനെ നാം അവനോടുകൂടെ ഒരുമിച്ചായിരിക്കോ. കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സുവിശേഷത്തെ കുറിച്ച്, ബൈബിളിനെ കുറിച്ച് ബോധമില്ലാത്തവരുടെ ചോദ്യം കേൾക്കണോ? ഞങ്ങൾക്കും കൊറോണ വന്നു, നിങ്ങൾക്കും കൊറോണ വന്നു, പിന്നെ എന്തിനാ പെന്തിക്കോസ്? ചോദിച്ചിട്ടില്ലേ? നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തിയോ? ഞങ്ങൾക്കും കൊറോണ വന്നു, നിങ്ങൾക്കും കൊറോണ വന്നു, പിന്നെന്തിനാ പെന്തിക്കോസ്? ഞങ്ങളുടെ ആളുകൾ മരിച്ചു, നിങ്ങളുടെ. എന്റെ പൊന്ന് ബ്രദറെ, എന്റെ കൂടപ്പുറപ്പെ, എന്റെ സഹോദര, ഇവിടെ ചാകാതിരിക്കാനല്ല പെന്തിക്കോസ്. ഇത് നിത്യത പോകാനുള്ളതാ ഈ കോസ്. ആ കൈ ഒന്ന് ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഇത് ഇവിടെ പച്ചപിടിക്കാനുള്ളതല്ല. പെന്തിക്കോസിൽ നല്ല അപ്പച്ചന്മാരില്ലായിരുന്നോ? 11 മക്കളിൽ 8 മക്കൾ മരിച്ചിട്ടും പാട്ടുപാടിയവര് ഒരേ ഒരു കൊച്ചു മരിച്ച് കയ്യിലിരിക്കുമ്പോ ദോഷമായിട്ട് ദൈവം എന്നോട് ഒന്നും ചെയ്തില്ല, ചെയ്യത്തില്ലെന്ന് പാടിയ അപ്പന്മാരുടെ നാടല്ലേ ഈ കേരളം എന്ന് പറയുന്നത്. 7ാമത്തെ ദിവസം പട്ടിണി കിടക്കുമ്പോൾ കാർമുകിൽ ഏറെ കരേറുകിലും മഴവില്ല് കാണുന്നില്ലേ എന്ന് ചോദിച്ച പിതാക്കന്മാരുടെ നാടല്ലേ കേരളം. നാം രക്ഷിക്കപ്പെട്ട രോഗം വരാതിരിക്കാനല്ല, ഇത് നിത്യതയാണ്. സഹോദര, രക്ഷിക്കപ്പെടുന്നത് എന്തിനാ? പനി മാറാനല്ല. സ്നാനപ്പെടുന്നത് എന്തിനാ? വീട് വെക്കാനല്ല, കൊച്ചിന്റെ കല്യാണം നടക്കാനല്ല. രക്ഷിക്കപ്പെടുന്നത് പാപിയായ ഞാന് യേശു രക്ഷകനാണെന്ന് തിരിച്ചറിഞ്ഞ് എന്റെ പാപത്തിനു വേണ്ടി അവൻ മരിച്ചതാണ് എന്നുള്ള ഉത്ബോധത്തിൽ അവനെ എന്റെ നായകനായി ഞാൻ സ്വീകരിക്കുന്നതാണ് രക്ഷിക്കപ്പെടും. അത് കൊറോണ വരാതിരിക്കാനല്ല, അത് വയറ്റുവേദന വരാതിരിക്കാനല്ല. ഇതെല്ലാം വന്നോട്ടെ, പക്ഷേ ഈ മണ്ണ് വിട്ടാൽ ഞങ്ങൾ അപ്പന്റെ സന്നിധിയിലാണ്.
എത്ര പേര് ആമേൻ പറയുന്നു? ഓ എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൽ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരൂ, വിൺമഹിമ പ്രാപിച്ചു ഞാൻ വിശ്രമിച്ചിടൂ. മുത്തുമയമായി വിളങ്ങും പട്ടണമതാണ് പുത്തനരുശലേപുരം, തത്ര ശോഭിതം വീതി സ്വച്ഛ സ്ഫടിക. പ്രത്യാശയുള്ളവര് തങ്ക നിർമ്മിതമാ ആ പട്ടണമാ. ഞാൻ പറന്നു. പ്രത്യാശയോടെ കൈ ഒന്ന് ഉയർത്തി പിടിച്ച്, ഓ എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കൈയടിച്ച് പാടും. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, വിശ്രമിച്ചിടും. ഓ ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും. ആമേ. കൈ ഉയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേ. ഒന്ന്, നമ്മുടെ ഏറ്റവും വലിയ സ്വപ്ന യേശുവിന്റെ മടങ്ങി വരവാ. ഒരുപക്ഷെ നാളെ ഈ യോഗം നടക്കണമെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ അപ്പ വരാതിരിക്കണം. എത്ര നാളെ പാട്ട് പാടാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ചിലപ്പോൾ നമ്മുടെ നാളത്തെ പാട്ട് നിത്യതയിലായിരിക്കാം. പ്രത്യാശയോടെ ഒരു കരമുയർത്തിക്കൊണ്ട്, സഹോദരാ, രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടില്ലെങ്കിൽ സ്നാനപ്പെട്ടു, യേശു പൗലോസ് എഴുതിയ ഒന്നാമത്തെ ദൂത് യേശുവിന്റെ മടങ്ങിയവര്. രണ്ടാമത്തെ ദൂത് യേശുവിന്റെ ക്രൂശ്. അത് ഒത്തിരി വിശാലമാണ് ആ ദൂത്. എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. നിങ്ങൾ വീട്ടിൽ പോയി ചിന്തിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒരു വാക്ക് പറയാം. ആമേ. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിനെ വിളിച്ചത് ഏകജാതൻ എന്നാ. എന്നാൽ റോമാലേഖനത്തിൽ പൗലോസ് വിളിച്ചത് ഏകജാതൻ എന്നല്ല, ആദ്യജാതൻ. ഏകജാതൻ ഒറ്റ മോന, ആദ്യജാതൻ മൂത്ത മോന. അപ്പൊ യേശുവിന്റെ അനിയന്മാർ ആരാന്നറിയാമോ? ആമേ. ആ വചനമാകുന്ന ബീജത്തിൽ ജനിച്ചവരാ. ക്രൂശ് നമുക്ക് വെച്ച് നീട്ടിയത് സഭയിലെ അംഗത്വമല്ല, പുത്രത്വമാണ്. ഹല്ലേലൂയ. പൗലോസ് എഴുതിയ മൂന്നാമത്തെ ദൂത് യേശു ആരാണ്, നമ്മുടെ കർത്താവ് ആരാണ്. മറിയയുടെ ഗർഭത്തിൽ തുടങ്ങി ചതുരവടിവുള്ള 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് ഗാൽഗൂഥായിൽ അമർന്ന് ആമേൻ വീണുപോയൊരു മാംസകഷ്ണമല്ല, അവൻ അനാദിയായ ദൈവമാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? നാലാമത്തെ ദൂത് എക്ലീഷ്യ. എന്താണ് സഭ, എന്തല്ല സഭ, എങ്ങനെ ആയിരിക്കണം സഭ, സഭയെക്കുറിച്ചുള്ള ലക്ഷ്യം എന്താണ്, അതൊക്കെ വിലപ്പെട്ട ദൈവദാസന്മാർ നിങ്ങളോട് എപ്പോഴും പറയുന്നുണ്ടല്ലോ. അങ്ങനെ പൗലോസിനെ കുറിച്ചൊരു 3 കൂട്ടം കാര്യം ഞാൻ പറഞ്ഞു. പൗലോസ് എഴുതിയതൊരു 4 കൂട്ടം കാര്യം ഞാൻ പറഞ്ഞു. പന്തലിൽ നിന്ന് ഇറങ്ങുമ്പോൾ മറക്കാൻ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനും ആമേൻ പറഞ്ഞു. ഇനി എബ്രായ ലേഖനത്തിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ അതിതീവ്രമായ മൂർച്ചയുള്ളൊരു ലേഖനം. സത്യത്തിൽ ചെറിയ പാസ്റ്റർ, ഈ പൗലോസിന് ആരെങ്കിലും പേടിയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ദൈവത്തെ അല്ലാതെ? എനിക്കറിയില്ല. രാജശ്രീ ഫെസ്തോസേ, അഗ്രിപ്പ രാജാവ്, എൻസൈക്ലോപ്പീഡിയ. ഈ ദൈവദാസന് ഭയങ്കര ആരോഗ്യ പ്രശ്നമുള്ള ഒരാളാ. ബ്രാക്കറ്റ് പോലെ വട്ടക്കാലുള്ള മനുഷ്യൻ. അതിങ്ങനെ കേട്ടില്ല. പൗലോസിന്റെ കാലുകൾ നേരെ ഉള്ളതല്ല. അയ്യോ, നമ്മുടെ BSNL ടവർ പോലെ കാലുള്ളവരുണ്ട്, ഒരൊറ്റ യോഗത്തിന് പോവുകയല്ല. ഈ വട്ടക്കാലം വെച്ചോണ്ടാ ഈ മനുഷ്യൻ ഏഷ്യ മൈനറിനെ ഇളക്കിയത്. എത്ര വയസ്സായെന്ന് ചോദിക്കാൻ നാണമാണ്. എന്നാലും ഇപ്പോഴും ആ ചാടുന്ന ചാട്ടം ഒരു ഭയങ്കര കേട്ടു. ഇനിയും ചാടണം, കണ്ണടയുന്ന അന്ന് വരെ ചാടണം. ഹല്ലേലൂയ. എനിക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം എന്നറിയോ? അദ്ദേഹത്തെ വിളിക്കുന്ന യോഗക്കാർ മുഴുവൻ മെഴുകു പ്രതിമയാണല്ലോ, അദ്ദേഹം ചാടും. അതാ കാര്യം. അദ്ദേഹം അറിഞ്ഞ യേശുവിനെ അദ്ദേഹം വാടകയ്ക്ക് കൊടുക്കുകയില്ല. അതുകൊണ്ടാണ് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
പോട്ടെ, ഈ പൗലോസിന് ആരെയും ഭയമില്ല. അദ്ദേഹത്തിന്റെ സംസാര ഭാഷ കേട്ടാലറിയാം. രാജശ്രീ ഫെസ്തോസേ, അഗ്രിപ്പ രാജാവേ, ഇനി കേൾക്കണോ? തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പട്ടാളക്കാരന്റെ മുഖത്ത് നോക്കി വെച്ച് പറഞ്ഞു, എടാ വിസ്താരം കൂടാതെ എന്നെ അടിക്കാൻ നിന്നോട് പോരുകോഴി നിൽക്കുന്ന പോലെ നിൽക്കുവാ ഈ പുള്ളി. ഇനി ഒരു ചർച്ചക്കാരോട് ഈ മനുഷ്യൻ പറഞ്ഞ, ഞാൻ വടിയായിട്ട് വരണോടാ, അങ്ങനെ നമ്മളൊന്ന് പറഞ്ഞു നോക്കി, നമ്മൾ വടിയായിട്ട് അങ്ങോട്ട് ചെല്ലണോടാന്ന് ചോദിക്കുമ്പോൾ അവരിഞ്ഞോട്ട് വേണ്ട, തടിയായിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന് പറയും. എന്നെ മനുഷ്യനെ ഇദ്ദേഹം പൈസയുടെ മുമ്പ് ഈ മനുഷ്യൻ ഒതുങ്ങിക്കൊടുക്കുവോ? ആ കാലഘട്ടത്തിൽ ഉദയശുമാരുടെ കൂടെ ഇച്ചിരി കാശുള്ളത് മർക്കോസ് എന്ന് മറുപേരുള്ള യോഹന്നാനാ. പിസിദ്ധി അന്ത്യക്കൊലയ്ക്കുള്ള യാത്രയിൽ ഈ മനുഷ്യൻ നീക്ക് ഇപ്പൊ അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വേല ഇട്ടേച്ച് വീട്ടിലോട്ട് പോയി. കുറെ നാൾ കഴിഞ്ഞ് ഇതൊക്കെ അപ്പോസ്തലപ്രവൃത്തി വായിക്കണം. എന്നെ കണ്ടുപിടിച്ച് നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ എഴുതിക്കൊണ്ട് വന്ന പോലെയാണ് നോക്കുന്നത്. പൗലോസ് റോമിലെ സഭയിൽ ചെന്നപ്പോ ആരാണ്ട് പറഞ്ഞത്, ഇത് നമ്മുടെ മർക്കോസ് അച്ചാന്റെ ഇവിടെ, പുള്ളി ഇപ്പൊ വലിയ നിലയിലാന്ന് പറഞ്ഞു. 3-4 ഭാരവാഹിത്വമൊക്കെ ഉണ്ടെന്ന് പൗലോസ് പറഞ്ഞു. അവന്റെ വീട്ടിൽ ഞാൻ കയറുകയെന്ന് പറഞ്ഞു. എനിക്ക് പറഞ്ഞ മനസ്സിലായ 500 രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ കാണുന്നിടത്തെല്ലാം ഈ മനുഷ്യൻ കയറുകയല്ല. അത് ഭയങ്കര വിശ്വാസത്തിൽ നട്ടലുള്ളൊരു ദൈവ മനുഷ്യനാണ്. പോട്ടെ, ഇനി ഒരു വാക്കൂടെ പറഞ്ഞിട്ട് ദൂതന്റെ ഗൗരവത്തിലേക്ക് കർത്താവേ, സമയം പോകല്ലേ കർത്താവേ, സ്തോത്രം. പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു വാക്കാണ്, ഞാൻ ഗായോസിന്റെ വീട്ടിൽ വിരുന്നിനിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്തു. തെർത്തോസ് എഴുതി കെങ്കരയ സഭയിലെ ശിശൂഴക്കാരിയായ ഫേബയുടെ കയ്യിൽ ലേഖനം കൊടുത്തു വിടുന്നു. ധനശേഖരം അവളുടെ കൊടുത്ത് ഇങ്ങോട്ട് വിടണം. പൗലോസിന്റെ ഭാഷ കേട്ടോ, കള്ളം പറയുമോ ഈ മനുഷ്യൻ? ഇല്ല. ഞാൻ ഗായോസിന്റെ വീട്ടിൽ വിരുന്നിനിരിക്കുമ്പോ ഈ പുള്ളിക്ക് വിരുന്ന് കഴിക്കുമെന്ന് പറയാൻ മടിയില്ല. നമ്മളെങ്ങനെയാ വായിക്കാത്ത ലഡു കിടക്കുമ്പോഴും പറയും പ്രാർത്ഥിച്ചോണ്ടിരിക്കുമെന്ന് പറയും. കൂട്ടൻ ലഡു വായിക്കാത്ത ഭാഷപ്പെടും, പ്രാർത്ഥിച്ചോണ്ടിരിക്കും. ലഡു ഒതുങ്ങുന്നില്ല. എന്തിനാടോ ഈ നുണയെല്ലാം? ആരെ ബോധിപ്പിക്കാൻ? ഞാൻ എന്നും ഉപവാസം എന്ന് പറഞ്ഞ ഇവരെല്ലാരും നമ്മളെ മാനിക്കൂ. ഒരു ദിവസം 3 നേരം ഇച്ചിരി ഭക്ഷണം കഴിച്ചു പോയ കൃപ പോകും. ആ മനുഷ്യന്റെ നട്ടല് കണ്ടോ? ഒരുത്തനെ ബോധിപ്പിക്കാനല്ല, ആ മനുഷ്യൻ ദൈവത്തോടുള്ള നിർമ്മല മനസാക്ഷിയിൽ ജീവിച്ചു. ഞാൻ ഗായോസിന് വീട്ടിൽ വിരുന്നിനിരിക്കുന്നു, നല്ല 1-ാം തരം ഭക്ഷണം ഉണ്ടാക്കി വിടുന്നു, ഞങ്ങൾ കഴിക്കുന്നു. ഞാൻ പറഞ്ഞു കൊടുത്തു, ലേഖനം തെർത്തോസ് എഴുതി. എന്നിട്ട് ഫേബയുടെ കയ്യിൽ ലേഖനം കൊടുത്തുവിടും. അപ്പൊ ഇത്രയും ക്രിസ്റ്റലായി ഈ മനുഷ്യൻ എബ്രായ ലേഖനത്തിൽ പേരെഴുതാഞ്ഞത് ആരെങ്കിലും പേടിച്ചിട്ടാണ്? മിണ്ടുന്നില്ലല്ലോ. പറയാം. 2 കോളുകളുണ്ട്. ഒന്ന് സൗഹൃദ സംഭാഷണം. ഞാൻ പെട്ടെന്ന് നിർത്താം, അവയെ തീരുമാനം നിർത്തും, നിങ്ങൾ കണ്ടോണം. ഒന്ന് സൗഹൃദ സംഭാഷണം. ഞാൻ സാംബാസ വിളിക്കുന്നു, അച്ഛാ സുഖമാണോ, സന്തോഷമായിട്ടിരിക്കുന്നു, കുടുംബമൊക്കെ നന്നായിട്ടിരിക്കുന്നു. അന്നേരം അദ്ദേഹം എന്നോട് ചോദിക്കും, മിണ്ടാതിരിക്കുമല്ലോ, ചോദിക്കുകയല്ലേ എന്നോണ്ട് വിശേഷം, സുഭാഷ് നന്നായിട്ടിരിക്കുന്നു. അച്ഛാ ഞാൻ ഫോൺ വെക്കട്ടെ? എന്നാ പിന്നെ ആയിക്കോട്ടെ. ആ കോളിന്റെ പേര് ഫ്രണ്ട്ലി ടോക്ക് എന്നാണ്, സൗഹൃദ സംഭാഷണം. പക്ഷെ അട്ടച്ചാക്കലെ മൂലക്കിരിക്കുന്ന കടയ്ക്ക് തീ പിടിച്ചപ്പോൾ ഒരച്ഛൻ ഫോൺ പിടിച്ചേച്ച് ഫയർഫോഴ്സിനോട് ചോദിക്കുക, ഹലോ, ആരാ? ജോയ് സാറാണ്. സാറേ, അമ്മാമ്മയ്ക്ക് എന്നാ ഉണ്ട് വിശേഷം? പിള്ളേർ എടാ പൊട്ടാ പെര നിന്ന് കത്തു. കോള് എമർജൻസി ആണെങ്കിൽ വിളിക്കുന്നവന്റെ പേരല്ല പ്രസക്തം, സംഭവമാണ്. എബ്രായ ലേഖനത്തിന് പൗലോസ് പേരെഴുതാഞ്ഞത് ഒരുത്തനെയും പേടിച്ചിട്ടല്ല, അവിടെ സംഭവം വേറെയാ. അപ്പൊ നിങ്ങൾ നോർമലി ചോദിക്കും, അവിടെ എന്നാ ഇത്ര വലിയ സംഭവം എന്ന്? മറുപടി ഒറ്റവാക്കി പറയാ, ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ നിങ്ങൾ എങ്ങനെ തട്ടി ഒഴിയും? വിശ്വാസത്തിൽ തമ്പാറ് തല്ലി ഇറങ്ങിയവര് ദൈവത്തെ വേണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പോ പോകരുത് എന്ന് പറയാ. കണ്ടില്ലേ? പെന്തിക്കോസിന്ന് കൊഴിഞ്ഞു പോക്ക്, അവിടുന്ന് കൊഴിഞ്ഞു പോക്ക്. ആമേ, എന്റെ കൊച്ചിന് കെട്ടാൻ ഇവിടെ ചെറുക്കനില്ല, അതുകൊണ്ട് ഞങ്ങൾ പോവാന്ന്. കഴിഞ്ഞ ദിവസം ഒരു അച്ഛൻ പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിന്റെ സെമിത്തേരി പുല്ലായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയെന്ന്. ഞങ്ങളുടെ സഭയിൽ ഒറ്റയ്ക്ക് യോഗത്തിന് വരുന്ന ഒരു ആന്റി ഉണ്ട്. ആന്റിയുടെ ഭർത്താവ് പാരമ്പര്യത്തിലാണ്. പുള്ളിക്കാരൻ ആ ആന്റിയോട് പോകരുതെന്ന് പറയാവുന്ന രീതിയിലെല്ലാം പറഞ്ഞു. പുള്ളിക്കാരത്തി സമ്മതിക്കില്ല, പുള്ളിക്കാരത്തി പോകും. കാര്യം പുള്ളിക്കാരത്തിക്ക് ദൈവത്തെ അറിയാം. അവസാനം ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവസാനത്തെ ഒരു ബോംബ് പൊട്ടി, ചെടി നിങ്ങളുടെ സെമിത്തേരി മുഴുവൻ പുല്ല, ചൊറിഞ്ഞു നിന്റെ ഊപ്പാട് വരുമെന്ന് പറഞ്ഞു. നേരെ പുള്ളിക്കാരത്തി തിരിച്ചു പറഞ്ഞു, മറുപടി കേൾക്കണോ? സത്യവാ, ഞങ്ങളുടെ സെമിത്തേരി പുല്ല, പക്ഷെ ഒത്തിരി നാളെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കണ്ട, അതിന് മുമ്പ് കർത്താവ് വരുമെന്ന് പറഞ്ഞു.
ഒരു അതൊക്കെ വല്ല നടക്കാൻ പോകുന്നുണ്ടെങ്കിലല്ലേ ആമയും പറയാൻ പറ്റുള്ളൂ. നല്ലൊരു ആമയും പറയാൻ വിട്ട്. പൗലോസ് വളരെ ആഴമായിട്ടൊരു തലമുറയുടെ നടുക്ക് നിൽക്കുക, പോകരുതെന്ന് പറയാൻ. നമ്മൾ എന്നാ പറഞ്ഞാ ഇനി അടുത്തൊരു തലമുറയെ പിടിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റും. നമ്മൾ എന്നാ പറഞ്ഞാ ഇവരെ പിടിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എന്നാ പറഞ്ഞ ആരാധിക്കാൻ പഠിപ്പിക്കുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങളോട് എങ്ങനെയാ വിശുദ്ധി നിൽക്കാൻ പറയേണ്ടി വരുന്നത്? നമ്മുടെ ഈ സീസണിൽ തലമുറകളെ എങ്ങനെയാ പിടിച്ചു നിർത്തേണ്ടത്? ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറയുന്നു, ആമെ ഉഴപ്പരുത്, തലമുറകൾക്ക് വേണ്ടി കരയേണ്ട സമയമായത്. പോട്ടെ, എബ്രായ ലേഖനത്തിൽ യേശുവിന്റെ മഹാത്മ്യം, യേശുവിന്റെ വലിപ്പം പറയുകയാണ് ആമേ പൗലോസ്. ഇനി എല്ലാം കൂടി വിശദീകരിക്കാൻ നേരമില്ല. 3 കാര്യം തൊട്ട് പറയാൻ എനിക്ക് ആവേശം ഉണ്ടായിരുന്നു. പക്ഷെ ഐ എം റിയലി സോറി. ഈ ഒരു ദൈവദാസന് കൊടുക്കാവുന്നതിന്റെ മാക്സിമം സമയം തന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങേ ബഹുമാനിക്കുന്നു. പക്ഷെ എനിക്ക് തീരാതെ വരുന്നത് എന്റെ പ്രശ്നം കൊണ്ടാണ്. ഒന്നാമത്തെ വിഷയം, യേശു ദൂതന്മാരെക്കാൾ വലിയവൻ. ഞാനിന് മനസ്സിലാക്കുന്ന ഭാഷ പറയാം. ഈ ബെഥെസ്ദാ കുളത്തിന്റെ കരയിൽ ദൂതൻ ഇറങ്ങി. അപ്പൊ എന്റെ ഉള്ളിലെ ചിന്ത എന്നായിരുന്നറിയോ? ദൂതൻ 360 ദിവസം ഇറങ്ങുമെന്നായിരുന്നു. പിന്നെ കുറെ പുസ്തകങ്ങൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത് ദൂതൻ വർഷത്തിൽ 3 പ്രാവശ്യം ഇറങ്ങുള്ളൂ. അങ്ങനെ 38 വർഷം ഇയാൾ കിടന്നപ്പോ ദൂതൻ 114 പ്രാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇയാളുടെ പ്രശ്നം മാറിയിട്ടില്ല. യേശു ഒറ്റ പ്രാവശ്യം അവിടെ ഇറങ്ങി, അയാളുടെ പ്രോബ്ലം മാറി. ഹല്ലേലൂയ. കുളം കലക്കുന്ന ദൂതനേക്കാൾ വലുതാ നീ സേവിക്കുന്നതിന്റെ കർത്താവ്. 38 വർഷമായി ചലിക്കാത്ത മസിലിനെ 38 കയ്യൊന്നടിച്ച് ചലിപ്പിക്കാൻ അവൻ ശക്തൻ. രണ്ടാമത്തെ സമയമില്ലാത്തോണ്ട് ഇങ്ങനെ പോകുന്നത്. രണ്ടാമത്തത് യേശുവിന്റെ മഹാപൗരോഹിത്യം. അബിയാക്കൂറിന്റെ ക്രമത്തിലെ മഹാപുരോഹിതൻ മുറിവേറ്റവനെ കണ്ടാൽ കൊടമറച്ചു പിടിച്ച് മാറിപ്പോ. നമ്മൾ ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ട് എന്നറിഞ്ഞതിലുല്ലാസമേ. ആരും സഹായമില്ലെല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിലുണ്ടെന്നറിഞ്ഞതിലുല്ലാസമേ. ഓ അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ ഇന്നേ വരെ എന്നെ പോറ്റി പുലർത്തിയ യേശു മതി. എന്റെ ദൈവം സ്വർഗസിംഹാസനം തന്നിലെന്നിൽ കനിഞ്ഞെന്നെ. അബിയാക്കൂറിന്റെ ക്രമത്തിലുള്ള പുരോഹിതന് മുറിവേറ്റവനെ എടുക്കാൻ വയ്യ. എനിക്ക് പൗരോഹിത്യ ചരിത്രം പറയാൻ അറിയാൻ കഴിഞ്ഞിട്ടില്ല, സമയമില്ലാത്തതുകൊണ്ടാ. എടുത്തുപോയാൽ ഇവൻ അശുദ്ധനാകും. ഇവൻ ആലയത്തിൽ കയറാൻ പറ്റുകയില്ല. എന്നാൽ മുറിവേറ്റവനെ വാരിയെടുക്കുന്ന ഒരു പുരോഹിതനുണ്ട്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. ആമേൻ. ഈ കോന്നിയിൽ, ഈ അട്ടച്ചാക്കയുടെ മണ്ണിൽ, ആമേൻ, ഈ കുമ്പഴയിൽ, പത്തനംതിട്ടയിൽ ആർക്കും വേണ്ടാതെ തകർന്നു കിടക്കുന്നവനെ, ആമേൻ, മതം ഉപേക്ഷിച്ചവനെ, ദൈവങ്ങൾ ഉപേക്ഷിച്ചവനെ, രക്തബന്ധങ്ങൾ ഉപേക്ഷിച്ചവനെ, നാട്ടുകാർ ഉപേക്ഷിച്ചവനെ വാരിക്കോരിയെടുക്കാൻ കഴിവുള്ള ഒരു മഹാപുരോഹിതൻ ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തത്, യേശു പഴയ നിയമത്തിലെ യാഗപീഠത്തെക്കാൾ ശ്രേഷ്ഠൻ. എന്താ തെളിവ്? ആമേൻ. മോറിയയിൽ ഒരു യാഗപീഠം ഒരു ഇസഹാക്കിന് വേണ്ടിയിട്ട്. ഒന്നുകൂടെ പറയാം, മോറിയയിൽ ഒരു യാഗപീഠം ഒരു ഇസഹാക്കിന് വേണ്ടിയിട്ട്. അതുപോലെ പെസഹ മിസ്രൈമിൽ ഒരു യാഗപീഠം ഒരു ജാതിക്ക് വേണ്ടിയിട്ട്. ഗാൽഗൂത്തായിൽ ഒരു യാഗപീഠം ഒരാൾക്ക് വേണ്ടിയിട്ടുമല്ല, ഒരു ജാതിക്ക് വേണ്ടിയിട്ടുമില്ല. അഖില ലോക മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ അളക്കാൻ കഴിയാത്തൊരു യാഗം
അവിടെ മതമില്ല, അവിടെ ജാതിയില്ല. ഇന്ന് രാത്രി നിങ്ങളോട് കണ്ടക്ഷോഭം ചെയ്യുന്ന ഞാന് ഒരു പ്രാചീന ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതല്ല, ഞാനൊരു ഹൈന്ദവ കുടുംബത്തിൽ ജനിച്ചയാളാ. വീടിന്റെ മുറ്റത്ത് വെച്ച് അണനിപ്പാമ്പിന്റെ കടിയേറ്റ് നെറുക മുതൽ പാദം വരെ പഴുത്ത് പുഴുത്ത് കോട്ടയം കാരിത്താസ് ആശുപത്രിയിൽ 18 ദിവസം കടന്ന് 5 തവണ രക്തം മാറിയിട്ടും ശരീരം മുഴുവൻ പഴുത്തു പുഴുത്ത് മരിക്കട്ടെന്ന് പറഞ്ഞ് ആശുപത്രി തള്ളിക്കളഞ്ഞ എന്റെ അപ്പൻ ഇന്ന് 75-ാമത്തെ വയസ്സിൽ യേശുവിന്റെ വേല ചെയ്യുകയാ. പറഞ്ഞു പഠിപ്പിച്ചതല്ല, അമേരിക്കക്കാരന്റെ കാശ് കണ്ടപ്പോ കുളിര് കൊണ്ടതല്ല, ആരോ തറകട്ടി തന്നപ്പോ വെപ്രാള കയറിയതല്ല. ക്രിസ്ത്യാനിത്വം ഇത് ചോരയുടെ അകത്തെ തീരുമാനമാ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവം. ആമേൻ. ഇന്ന് രാവിലെ വെളുപ്പിനെ ഒരു 5:45 ഞാൻ കണ്ണും തുറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ 75 വയസ്സുള്ള എൻ്റെ അപ്പൻ എൻ്റെ അമ്മേനെ സ്കൂട്ടറിൽ ഇരുത്തിക്കൊണ്ട് സ്കൂട്ടർ ഓൺ ചെയ്യുന്നു. ഞാൻ ചോദിച്ചു എങ്ങോട്ടാ പോകുന്നത്? രാവിലെ ചർച്ച് മീറ്റിംഗ് ഉണ്ട്. എത്ര കിലോമീറ്റർ ഓടണമെന്ന് അറിയാച്ചാ? 65. എത്രയാ? 3 സ്റ്റെപ്പ് കയറി വെച്ച് 3.25 മണിക്കൂർ ശ്വാസം വലിക്കുക നമ്മള്. ഹല്ലേലൂയ. യേശു ജീവിക്കുന്നു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവമേ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഇടയ്ക്ക് എന്തോരം ഉഴപ്പന്മാരുണ്ടെന്നറിയാവോ? ക്രൂശിന്റെ മഹത്വം അറിയാത്ത എത്ര പേരുണ്ടെന്നറിയാവോ? ഈ അവന് വേണ്ടി ചോര കൊടുക്കാൻ, അവന്റെ നാമത്തിന് വേണ്ടി നിൽക്കാൻ കരുത്തുള്ളവർക്കായി സ്തോത്രം. കൈ ഉയർത്തൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഞാൻ ഈ ദൂതുമായിട്ട് വേഗത്തിന്റെ ഗൗരവത്തിലേക്ക് പോവുകയാണ്. 12-ാം അധ്യായത്തിൽ വന്നപ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾ എവിടെയല്ല സ്ഥൂലമായതും തീകത്തതുമായ പർവ്വതം മേഘം കൂരിട്ട് കാഹളനാഥ എന്നിവയുടെ അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ഇത് പറഞ്ഞു വെച്ച് പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ബാക്കി പറ ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യഹ രക്തത്തിന്റെ അടുക്കൽ അത്രയും നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാനൊരു 2 വാക്ക് പറഞ്ഞ് 13-ാം അധ്യായത്തിലേക്ക് എടുത്തൊരു ചാട്ടം ചാട. നിങ്ങൾ വന്നിരിക്കുന്നത് ഒരു ചോരയുടെ മുൻപിലാണ്. നിങ്ങൾ ഓർത്തു നോക്കിക്കേ. രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഇരയായ അഭിമന്യു അദ്ദേഹത്തിന്റെ ഘാതകന്മാരെ പിടിച്ചത് ഒരു ഓട്ടോറിക്ഷയിലും ഒരു വണ്ടിയിലും പറ്റിയിരുന്ന ചോരക്കറയിൽ നിന്നാണ്. അമ്പൂരി രാഖി വധക്കേസിൽ കൊല ചെയ്തവരെ പിടിച്ചത് റോഡിന്റെ സൈഡിൽ കിടന്ന ഉടുപ്പെ പറ്റിയ ചോരക്കകത്തുന്ന പ്രവീൺ വധക്കേസ് DYSP ഏറ്റുമാനൂക്കാരൻ പ്രവീണിനെ കൊന്ന കേസിൽ കുമരകത്ത് ചീപ്പിങ്കൽ പാലത്തിൽ പറ്റിയിരുന്ന ഒരു ചോരയാണ് പിടിക്കപ്പെടാൻ കാരണമായത്. ലോകത്തിലെ എല്ലാ ചോരയും ഒറ്റിക്കൊടുക്കുന്ന ചോരയാ. എന്നാൽ കുറി കഴിക്കുന്ന ഒരു ചോരയോ അത് യേശുവിന്റെ ചോരയാ. ആ കൈയൊന്ന് അടിച്ച് ലോകത്തിലെ എല്ലാ ചോരയും ഒറ്റിക്കൊടുക്കുമ്പോൾ ഒറ്റിക്കൊടുക്കാത്ത നല്ലപോലെ ഒന്ന് ആരാധിക്കും പ്രിയപ്പെട്ടവരെ. ആ കൈയൊക്കെ ഒന്ന് അടിച്ച് ഇന്ന് രാത്രി 2000 വർഷം കഴിഞ്ഞിട്ട് മരിക്കാത്ത ചോര, 2000 വർഷം കഴിഞ്ഞിട്ട് കട്ട പിടിക്കാത്ത ചോര, ശാപത്തെ അഴിക്കുന്ന ചോര, പാപക്കറയെ മാറ്റുന്ന ചോര ഈ പന്തലിനകത്ത് ഒരു നദി പോലെ ഒഴുകുകയാണ്. ആ ചോര നിന്റെ വീട്ടിലോട്ട് പോയിട്ട് നിന്റെ തലമുറയുടെ കെട്ടഴിയട്ടെ. കുറേനക്കാരന്റെ ചോര പറ്റിയ ശരീരം വീട്ടിൽ കയറിയപ്പോൾ തലമുറകളുടെ ബന്ധനം അഴിഞ്ഞെങ്കിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തലമുറകളെ ബന്ധിക്കുന്ന സാത്താന്യ കുരുക്കുകളുടെ മേൽ യേശുവിന്റെ ചോര ഇന്ന് രാത്രി വിടുതലായി ചലിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന അമ്മമാരുണ്ടോ? പ്രാർത്ഥിക്കുന്ന അപ്പന്മാരുണ്ടോ? എന്റെ തലമുറ കഞ്ചാവിനുള്ളതല്ല, എന്റെ തലമുറ MDMAക്കുള്ളതല്ല, എന്റെ തലമുറ സാത്താന്യ ആരാധനക്കുള്ളതല്ല, എന്റെ തലമുറ കൊലപാതകത്തിനുള്ളതല്ല, എന്റെ തലമുറ ബാങ്ക് കൊള്ളയടിക്കാനുള്ളതല്ല, എന്റെ തലമുറ സുവിശേഷം ചമക്കാനുള്ളതാ. എന്റെ തലമുറ ദൈവരാജ്യത്തിനു വേണ്ടി
കരമടിച്ച് യേശുവേ എന്ന് വിളിച്ച് ഇന്ന് രാത്രി തലമുറകളുടെ മേൽ വലിയ തീ. ഇതൊരു സാധാരണ യോഗമല്ല. അമ്മ എന്നോട് ദൈവം പറയുന്നു, പൈശാചിക പൂണിയിൽ നിന്ന് ഒരു കൂട്ടം തലമുറകൾ പുറത്തു വരികയാണ്. അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. അടുത്തത് നിങ്ങളെ പുത്രന്മാർ പ്രവചിക്കും. IPC ആണേലും ചർച്ചകോട് ആണേലും ഷാരോൺ ആണേലും AG ആണേലും കൃപാവരത്തെ പുച്ഛിക്കരുത്, കൃപാവരത്തെ അപമാനിക്കരുത്, കൃപാവരത്തെ പുച്ഛിക്കരുത്, പ്രവചനവരത്തെ തുച്ഛീകരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ പറ, ഞങ്ങളുടെ മക്കൾ പ്രവചിക്കും. ഓ come on, come on, come on. കുഞ്ഞുങ്ങളുണ്ടോ ഈ യോഗത്തിൽ? അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അമ്മമാരുണ്ടോ? സ്തുതിച്ചുകൊണ്ടിരിക്കുക. ഈസ് ദ ടൈം ഓഫ് ഗാഡ്. എനിക്കറിയില്ല, ഒരു ഭയങ്കര ദൈവശക്തി അക്ഷരികമായി പന്തലകത്തോട്ട് ഇറങ്ങുകയാണ്. ആമേ, ചെലന്തി വലയിൽ പ്രാണി കുടുക്കുന്ന പോലെ പിശാച് കുടുക്കിയിട്ട ചില തലമുറകള് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ ആത്മീക സംഗമം അട്ടച്ചേക്കൽ ക്രൂസൈഡ് അവരെ റിലീസ് ചെയ്യുന്നു. ഞങ്ങളുടെ തലമുറകൾ അപ്പനെ വെട്ടിക്കൊല്ലാനുള്ളതല്ല. ഞങ്ങളുടെ തലമുറകൾ ചുറ്റികക്കടിച്ച് വീട്ടിലുള്ളവരെ കൊല്ലാനുള്ളതല്ല. ഞങ്ങളുടെ തലമുറകൾ തെരുവുകളിൽ ചോര കുടിക്കാനുള്ളതല്ല. യേശുവിന്റെ നാമത്തിൽ എല്ലാ സാത്താന്യ മാഫിയ കൂട്ടങ്ങളും ഇന്ന് രാത്രി തകരട്ടെ. കൃപയുള്ളവർ പ്രാർത്ഥിക്കും. എല്ലാ സാത്താന്യ അടിയൊഴുക്കും ഇന്ന് രാത്രി തകരട്ടെ. Hallelujah, hallelujah, hallelujah. എനിക്കറിയില്ല, ഈ യോഗം വെറുതെ അല്ല. തലമുറകളുടെ മേൽ ഒരു ഭയങ്കര ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങുകയാണ്. ഭൂഖണ്ഡങ്ങള് കീഴ്മേൽ മറിക്കുന്ന ചില കുഞ്ഞുങ്ങൾ ഈ കോന്നിയിൽ എഴുന്നേൽക്കട്ടെ. പത്തനംതിട്ട സെന്ററിൽ എഴുന്നേൽക്കട്ടെ. കോന്നി സെന്ററിൽ എഴുന്നേൽക്കട്ടെ. കേരളത്തിൽ എഴുന്നേൽക്കട്ടെ. ഗുജറാത്തിനെ ഇളക്കുന്ന, ഛത്തീസ്ഗഡിനെ ഇളക്കുന്ന ആമേ തലമുറകൾ, ഡൽഹിയെ ഇളക്കുന്ന കുഞ്ഞുങ്ങൾ യേശു ക്രിസ്തുവിൻ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ദൈവം അത് ചെയ്യോ. എന്റെ ദൈവമക്കളൊന്ന് പ്രാർത്ഥിച്ച് ഈ ദൈവ സാന്നിധ്യത്തെ അവഗണിക്കരുത്. കുഞ്ഞുങ്ങളുടെ ബാഗിനകത്ത് കഞ്ചാവിടുന്ന, പിള്ളേരെ കൊണ്ട് MDMA മുട്ടായി തീറ്റിക്കുന്ന അന്ധകാര ശക്തികളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ വാളിറങ്ങട്ടെ. മാഫിയ കൂട്ടങ്ങൾ കേരളത്തിൽ അറസ്റ്റ് ചെയ്യപ്പെടട്ടെ. സാത്താന്യ ആരാധനകൾ പൂട്ടട്ടെ. വല വെച്ച് അടിവില്ല് വെച്ച് ഒരു ജീവിയെ കുരുക്കുന്ന പോലെ ഞങ്ങളുടെ മക്കളോട് പ്രേമം നടിച്ച്, സ്നേഹം നടിച്ച് അവരെ കുടുക്കുന്ന ആമേൻ. നിങ്ങൾക്ക് വേണേ ചോദിക്കാം, ഇതൊക്കെ നീ എന്തിനാണ് പറയുന്നത്? മറുപടി, 20 വയസ്സുള്ള ഒരു പെങ്കൊച്ചിനെ വളർത്തുന്ന അപ്പനാണ് ഞാൻ. ഒരു പെങ്കൊച്ചിനെ വളർത്തുന്ന ഒരപ്പന്റെ നെഞ്ചിലെ തീ എന്റെ അകത്തുണ്ട്. ഞാൻ ഉറക്കെ പറയാം, എന്റെ തലമുറ നിന്റെ തലമുറ അതിനുള്ളതല്ല. IPCയുടെ തലമുറ അതിനുള്ളതല്ല. ഞങ്ങളുടെ തലമുറകൾ രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല. ഞങ്ങളുടെ കൊച്ചുങ്ങൾ കസേര പിടിക്കാനുള്ളതല്ല. ഞങ്ങളുടെ കൊച്ചുങ്ങൾ അബദ്ധ പ്രചാരണത്തിനുള്ളതല്ല. ഞങ്ങളുടെ കൊച്ചുങ്ങൾ അഭിഷേകം ചുമക്കാനുള്ളതാണ്. കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ. സമയം പോകുന്നല്ലോ. അധ്യായം 13 വന്നപ്പോൾ പൗലോസ് കുറച്ചും കൂടെ ഷാർപ്പായി. പ്രാർത്ഥിക്കാൻ പോകും. എനിക്ക് ഫിംഗർ തരാമോ? 13-ാം അധ്യായത്തിൽ വന്നപ്പോൾ പൗലോസ് കുറച്ചും കൂടെ ഷാർപ്പായി. 13-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം എന്നെ ശ്രദ്ധിച്ചാൽ മതി.
ആടിന്റെ രക്തം ആലയത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ ഉടല് പാളയത്തിന്റെ പുറത്ത് തീക്കകത്ത് കിടക്കുക. നിങ്ങൾ ദാഹിച്ചു വലഞ്ഞപ്പോ ഒരു കുപ്പി വെള്ളം മേടിച്ചില്ലേ? എത്ര ആർത്തിയോടെ ആ വെള്ളം കുടിച്ചതല്ലേ? ആ വെള്ളം തീരുന്നത് വരെ ആ കുപ്പിയോട് എന്തൊരു സ്നേഹമായിരുന്നു. കെട്ടിപ്പിടിക്കുമല്ലായിരുന്നോ? വെള്ളം തീർന്നു കഴിഞ്ഞപ്പോൾ ആ കുപ്പി എടുത്തെറിഞ്ഞ ഏറ് കണ്ടോ? മഴ പെയ്തപ്പോ കൊടയോട് എന്നാ സ്നേഹമായിരുന്നു അല്ലേ? മഴ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ശൈല്യം ആ നനഞ്ഞ കൊടയാ. ഇതുപോലെ ചോര ഇന്റർനെറ്റിനകത്തുനിന്ന് ഡൗൺലോഡ് ചെയ്തതല്ലോ. ചോര ഒരു മൃഗത്തിന്റെ ഓടലെ നൂറ്റിയതല്ലേ? ചോര പുറത്തു വരണമെങ്കിൽ മൃഗം മുറിവേക്കണ്ടേ? ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാവോ? ഒരു വലിയ മുറിവിലൂടെ ആ മൃഗത്തിനകത്തുനിന്ന് ചോര പുറത്തേക്ക് വന്നു. നമ്മുടെ നോട്ടം പുരോഹിതന്റെ കയ്യിലിരിക്കുന്ന കിണ്ണത്തിലെ ചോരക്കകത്താ. പക്ഷെ പൗലോസ് പറഞ്ഞു, ആ ചോര ഏത് ഉടലെ നൂറ്റിയോ ആ ഉടല് തീക്കകത്ത് കിടക്കുക. ഇത് പറഞ്ഞു പൗലോസ് പറഞ്ഞ അടുത്ത കാര്യം കേൾക്കണം. ഇങ്ങനെ യേശുവിന്റെ ചോര പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി. ആർക്ക് വേണ്ടി? നിനക്ക് വേണ്ടി. പക്ഷെ ആ ശരീരം പാളയത്തിന്റെ പുറത്ത് ദൈവക്രോധത്തിന്റെ അഗ്നിയിൽ കിടക്കുകയാ. ഓ മുമാനിമേ ഭൂമേനിയിതാ തൂങ്ങിടുന്നയ്യോ, മൂന്നാടിമേ ഭൂമേനിയിതാ തൂങ്ങിടുന്നയ്യോ, മണ്ണിനും വിണ്ണിനും മധ്യയായി ഇറ്റിറ്റു വീണിടും രുധിരം പാപശാന്തിക്കാൻ ഊറ്റിത്താൻ രക്തമാസകലം ഈ ഏഴയ്ക്കായോ. കാൽവറി മാമല മുകളിൽ കാൺവതുണ്ടോ ദേവകുമാർ എന്റെ പേർക്കാ തൂങ്ങിടുന്നയ്യോ. എന്തൊരു ഗൗരവ. മൂന്നാണിമേ ഭൂമേനിയിതാ തൂങ്ങിടുന്നയ്യോ, മണ്ണിനും വിണ്ണിനും മധ്യയായി നാവണ്ണാക്കോട് പറ്റി കുറുനാക്കോണങ്ങി പിലാത്തോസിന്റെ അരമനയിൽ വളഞ്ഞു കയറുന്ന വടിയുടെ അറ്റത്ത് ആയുധം ഘടിപ്പിച്ച യേശുവിനെ അടിച്ചത്. എന്താ നമ്മൾ എപ്പോഴും പാടിയത്? യേശുവിലൻ തോഴനെ കണ്ടേ എനിക്കെല്ലാം ആയവനെ അല്ലേ? 10,000 ഏറ്റവും സുന്ദരൻ അല്ലേ? അങ്ങനെയല്ലേ പാടിയത്? ആ സുന്ദരൻ ആ കിടക്കുന്നത് അറവശാലയിൽ കുറക് രക്തം ഒഴുകി ഉണങ്ങി ഒട്ടി തൂങ്ങിക്കിടക്കുന്നത് പോലെ ഗാൽഗോഥായുടെ കുലമേട്ടിൽ. നിങ്ങൾ എത്ര പേര് ക്രൂശിനെ ധ്യാനിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇതൊന്നും തമാശക്കുണ്ടായതല്ല. 10 പേര് വട്ടം കൂടിയിരുന്ന് പ്രാർത്ഥിച്ചൊരു സഭയുടെ പ്രവർത്തനം തുടങ്ങാം. പക്ഷേ സഭയ്ക്ക് ജന്മം കൊടുക്കാൻ യേശു അനുഭവിച്ച യാതന ഭീകരമാണ്. ഓ ഇറ്റിറ്റു വീണിടും രുധിരം പാപശാന്തിക്കാൻ ഊറ്റിത്താൻ രക്തമാസകലം. 90 വർഷം പഴക്കമുള്ള പാട്ടാണ്. ഏഴയ്ക്കായോ കാൽവറി മാമല മുകളിൽ കാണുവതുണ്ടോ ദേവകുമാർ എന്റെ പേർക്കാ തൂങ്ങിടുന്നയ്യോ. 80 കുതിരയുടെ ചാട്ടവാർ 8 ആയിട്ട് പിന്നി. ഈയക്കട്ടി എല്ലിന്റെ കഷ്ണങ്ങളും മുൾക്കൊളുത്തുകളും
മൂളിപ്പറക്കുന്ന ചാട്ട, പശജന്യമായ ചാട്ട വെള്ളത്തിൽ മുക്കി ആർത്തിയോടെ അലറി അടിച്ചപ്പോൾ യേശുവിന്റെ മുതുകിലേക്ക് ചാട്ട വന്ന് പറ്റിയിട്ട് വാരിയെല്ലുകൾക്കിടയിലൂടെ എല്ലിന്റെ കഷ്ണങ്ങളും മുൾക്കുളത്തുകളും ചൂണ്ടകളും ഇറുന്നു കയറി. കാരമ്പിന്റെ ഉരുക്കുമുട്ടിയുള്ള കാബാലികൻ ചാട്ട തിരിച്ചു വലിക്കുമ്പോൾ 23 ഡിഗ്രി അച്ചുതണ്ടിൽ ഭൂമിയെ നിർത്തി കറക്കിയ എന്റെ ദൈവം യെരൂശലേമിന്റെ തെരുവിൽ കിടന്ന് വട്ടം കറങ്ങുകയാ. ഇതെനിക്ക് വേണ്ടിയാണെന്ന് ചിന്തിക്കുന്നിടത്തായി എന്റെ രക്ഷ. എണ്ണ തുപ്പുന്ന പൈൻമര ക്രൂശിലേക്ക് ചതുരവടിവുള്ള ആണികൾ അടിച്ചു കയറ്റി. ആ ക്രൂശ് എടുത്ത് പാറയിൽ വെട്ടിയ കുഴിയിലേക്ക് ഇടുമ്പോൾ അവന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടു. കാൽകുത്തായുടെ നെറുകയിൽ കിടന്നുകൊണ്ട് ഒരൊറ്റ നിലവിളിയാണ്, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? നിങ്ങൾ കേട്ടോണം, ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റുന്നുണ്ട് കേൾക്കാൻ പറ്റും. എഴുന്നേറ്റ് നിന്നാ പോകരുത്, മലയാളികളുടെ പണി കാണിക്കരുത്. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടേ പോകാവുള്ളൂ. ആരും പോകരുത്, ആരും പോകരുത്. ഞാൻ പറഞ്ഞു തീർന്നില്ല. ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണെങ്കിൽ പിന്നെ 2 മിനിറ്റ് കൂടെ ഒന്ന് പറയാമല്ലോ എന്ന് പറഞ്ഞു. പൗലോസ് ഇതിൽ കൂടുതൽ എങ്ങനെയാ ക്രൂശിനെ ഒരു തലമുറയോട് പറയുന്നത്? ദൈവക്രോധത്തിന്റെ അഗ്നിയിൽ കിടന്ന്, ദൈവസന്മാരെ ക്ഷീണമുണ്ടെങ്കിൽ ഇരുന്നോണം കേട്ടോ ആരെങ്കിലും, ഐ എം സോറി. ദൈവക്രോധത്തിന്റെ അഗ്നിയിൽ കിടന്ന ഒരു ശരീരം വേകുമ്പോ കാതടപ്പിക്കുന്ന ഒരു കരച്ചിൽ, എന്നെ കൈവിട്ടത് എന്താ? എന്റെ പാസ്റ്ററെ, എന്നെ ഏറ്റവും ഞെട്ടിച്ചത് പിതാവേന്ന് വിളിച്ചു തുടങ്ങിയവൻ അറിയാതെ ദൈവമേന്ന് പോലും വിളിച്ചു പോയി. എന്നിട്ട് യേശു തിരിച്ചു വിളിച്ചു, പിതാവേ, എന്റെ പ്രാണനെ, എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ തരിക. ദുഃഖവും വ്യാകുലവും യേശുവിനെ പിടിച്ചില്ലേ ഗെത്സമനയിൽ വെച്ച്? ആ ക്രൂശിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് തന്റെ പ്രാണനെ വിട്ടു കഴിഞ്ഞപ്പോ യേശുവിന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ടെറ്റലസ്റ്റായി, ഇനി ഒന്നും ചെയ്യാനില്ല. പക്ഷെ പൗലോസിന്റെ ഡ്യൂട്ടി കഴിഞ്ഞില്ല. പൗലോസ് അടുത്തൊരു തലമുറയോട് പറഞ്ഞു, വാ, പ്ലീസ് യു കം ഔട്ട്. അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു വാ. ഇന്ന് രാത്രി ഞാൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചത് എന്തിനാണെന്നറിയോ? ക്രൂശിന്റെ അടിയിൽ നിൽക്കാൻ ഒരു തലമുറയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ. പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ സുഖങ്ങളിൽ ആറാടാനല്ല പറഞ്ഞത്, നിങ്ങളുടെ സമ്പ്രദായങ്ങളിൽ ആഘോഷിക്കാനല്ല, ചോര മണക്കുന്ന ക്രൂശിന്റെ അടിയിൽ നിൽക്കാൻ. ഇന്ന് രാത്രി യൗവനക്കാരുണ്ടോ ഈ യോഗത്തിൽ? എല്ലാ കണ്ണുകളും അടച്ചു പിടിച്ചയച്ച് നിന്മാർവോടു ചേരട്ടെ ഞാൻ യേശുനാഥ, ഇന്നേരം നീയാണെന്നെല്ലാം എല്ലാം, എന്നുമെന്നും എൻ പിതാവ്. ഞാൻ അകന്നാലും നീ അകലില്ല, ഞാൻ മറന്നിട്ടു സ്നേഹിച്ചു നീ. എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. എല്ലാ മക്കളും, എല്ലാ യൗവനക്കാരും കണ്ണെന്ന് വൃത്തിയായിട്ട് അടച്ചു കർത്താവിന് ഒരു ചോദ്യം. ഇന്ന് രാത്രി ഇനിയുള്ള ജീവിതം എനിക്ക് എന്റെ യേശുവിന്റെ ക്രൂശിന് അടി നിൽക്കണമെന്ന് തീരുമാനിക്കുന്ന എത്ര പേരുണ്ട് ഈ യോഗത്തിനകത്ത്? ഓ, എന്റെ എല്ലാം നീയേ, എൻ ജീവനും പ്രാണനും നീയേ. നീ സ്നേഹം നൽകി, നീ പ്രാണൻ നൽകി, എന്നെന്നും എന്നെ നിൻ പുത്രനാക്കി. ആ കണ്ണുകളെല്ലാം അടച്ചിരിക്കുന്നു. ഇനി ഞാൻ ക്രൂശിന്റെ അടിയിൽ നിന്ന് എങ്ങോട്ട് പോകത്തില്ലെന്ന് പറയാൻ ഹൃദയത്തിൽ വാഞ്ചിയുള്ളവരുടെ കരങ്ങൾ മാത്രം ഒന്ന് ഉയർത്തിപ്പിടിച്ച് സ്വർഗത്തിലേക്ക്.
യൗവനക്കാരുണ്ടെങ്കിൽ മക്കളെ കൈപൊക്കുന്നെങ്കിൽ നല്ലായിട്ട് പൊക്കും. മക്കൾ നല്ലായിട്ട് പൊക്കും. ഒത്തിരി കുഞ്ഞുങ്ങളുടെ കൈ ഞാൻ കാണുന്നു. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവരെ മുമ്പോട്ട് വിളിക്കാത്തത്. എന്റെ പ്രാണൻ പോകുമോ, എനിക്ക് ക്രൂശിന്റെ അടി നിൽക്കണമെന്ന് തീരുമാനിക്കണം. ഓ അപ്പാ എന്ന് വിളിക്കുവാൻ യോഗ്യനല്ല ഞാൻ ഒരിക്കലും. ഓ എന്നിട്ടു സ്നേഹിച്ചു. കുഞ്ഞുങ്ങളുടെ മേലൊരു ഭയങ്കര ദൈവത്തിന്റെ വിളി ഇന്ന് രാത്രി വീഴട്ടെ. കൈ നല്ലതായിട്ട് ഉയർത്തി പിടിക്കുക. ദൈവദാസന്മാരെ, അവരുടെ നേരെ കൈ നീട്ടി നമുക്ക് അവരൊന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. Come on. Hey, tell me asanteri. Audal manayam zarabaudiadal prabadalaragadaga shamdalaragadaga siya. യേശുവിന്റെ നാമത്തിൽ ക്രൂശിന്റെ ചോട്ടിൽ നിൽക്കാൻ തീരുമാനമെടുത്ത ഈ ജനറേഷനെ ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു.